നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. അതിനു മുമ്പ് ഓവറോൾ ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ ദീക്ഷ എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിൽ ഉള്ള ഒരു നെറ്റും JRF പോലെയുള്ള ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പല ടോപ്പിക്കിലുള്ള ആൾക്കാർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ കീഴിൽ ഇപ്പോൾ ഈയിടെയായിട്ട് മിനി കോഴ്സുകൾ ആരംഭിച്ച് വരുന്നുണ്ട്. അതായത് ചെറിയ രണ്ടോ മൂന്നോ ക്ലാസ്സിൽ മാക്സിമം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാക്സിമം റിസോഴ്സസ് പല ടോപ്പിക്കിൽ എങ്ങനെ തരാൻ പറ്റും എന്നുള്ളതാണ് ഈ എക്കണോമിക്സ് മിനി കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടോപ്പിക് അതായത് എക്കണോമിക്സ് നമുക്കറിയാം. എക്കണോമിക്സിൽ നെറ്റിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മളൊരു വെബിനാറും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. നമുക്ക് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിനി കോഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞ സമയത്ത് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് മിനി കോഴ്സ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു കാര്യം, എന്തിനാണ് ഇങ്ങനെ ഒരു മിനി കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമുക്കറിയുന്ന എല്ലാ സ്റ്റുഡൻസിനും എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചോദ്യം. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്റെ പേര് ഫാസിൽ എന്നാണ്. 2019 ഞാൻ ഫറൂഖ് കോളേജിൽ കംപ്ലീറ്റ് ചെയ്തത്. 2019 തന്നെ ജൂണിലാണ് JRF ക്വാളിഫൈ ചെയ്തത് എക്കണോമിക്സിൽ. കറന്റ്ലി ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ PhD സ്കോളർ ആയിട്ട് വർക്ക് ചെയ്യാണ്. കോഴ്സ് വർക്ക് ആരംഭിച്ചിട്ടുള്ളൂ, ഓൺലൈനാണ്, നിങ്ങൾക്ക് അറിയാം. ഈ വർഷം ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരുമ്പം എക്കണോമിക്സിന്റെ ഒരു എക്കണോമിക്സിൽ നെറ്റ് കിട്ടുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്നത് എന്നുള്ളതിൽ മാറി നിന്ന് എക്കണോമിക്സിന്റെ ടോപ്പിക്കിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് തീർച്ചയായിട്ടും ഈ മിനി കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 ദിവസമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ആരംഭിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്ന് മൈക്രോ എക്കണോമിക്സിന്റെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ഒരുപാട് വലിയ വലിയ ബുക്കുകൾ, സാൽവറ്റോറിന്റെ ഒക്കെ ബുക്കുകൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ബുക്കുകൾ ഓൾറെഡി വേരിയൻ പോലെയുള്ള ബുക്കുകളൊക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു റെഫറൻസ് സ്റ്റൈല് അതുപോലുള്ള കാര്യങ്ങളിലേക്കാണോ നമ്മൾ JRFലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലേക്ക് പഠനം കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നെറ്റ് JRF പോലുള്ള ക്വാളിഫിക്കേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൈക്രോ എക്കണോമിക്സിന്റെ നമ്മൾ ഇപ്പം ദീക്ഷ നടത്തുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്ലാസ്സുകൾ 2ാമത്തെ ബാച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഈ 2ാമത്തെ ബാച്ചിലേക്ക് വരുമ്പോഴും ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തതിനു ശേഷം അവർക്ക് വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ തന്നെ ഒരു 10 ക്ലാസ്സുകളോളാണ് അവരെ മൈക്രോ എക്കണോമിക്സ് കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് 10 ക്ലാസ് എന്ന് പറയുമ്പോൾ 20 മണിക്കൂറാണ്. ഇവിടെ നമ്മൾ മൈക്രോ എക്കണോമിക്സ് ഡിസ്കസ് 2 മണിക്കൂറാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ മാറ്റം എന്താന്നുള്ളത്. കാരണം തീർച്ചയായിട്ടും അതൊരു നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുമ്പോൾ അതിനെ എങ്ങനെ മാക്സിമത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മിനി കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കാൻ നോക്കുന്നത്. അപ്പൊ മൈക്രോ എക്കണോമിക്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിന്റെ ലാസ്റ്റ് ഇയറിലെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, ഈ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് നേരെ ഒരു റിവിഷൻ പോലെ മെജോറിറ്റി ടോപ്പിക്സിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനാണ് ഞാൻ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മിനി കോഴ്സ് മൈക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് മൈക്രോ എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അറൌണ്ട് 10 to 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പൊ ആദ്യം എന്ത് പറയുന്ന സമയത്തും നമ്മൾ എന്താ എക്കണോമിക്സ് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റീസ് make decision about ways to use scarce resource to fulfill wants and needs. നമുക്കറിയാം സ്കേഴ്സിറ്റി ഡെഫിനിഷൻ റോബിൻസൺ തന്നിട്ടുള്ള ഡെഫിനിഷന്റെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ 2 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ. മൈക്രോ എന്ന് പറയുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കൺസ്യൂമർ പോലെയുള്ള കാര്യങ്ങൾ, പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് പരിഗണിച്ച് എക്കണോമി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് മൈക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനൊരു നാഷണൽ കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മാക്രോ സെൻസിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോകുന്നു, എക്കണോമിക്സിനെ കൊണ്ടുപോകുന്നു. അവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെയല്ല പരിഗണിക്കുന്നത്, അവിടെ മാർക്കറ്റിനെ അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള എക്കോണമീനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്.
അതാണ് മൈക്രോയും മാക്രോ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. തീർച്ചയായിട്ടും മൈക്രോ എക്കണോമിക്സിന്റെ സിലബസ് വെച്ചിട്ട് തന്നെ പറയണം. ആദ്യം വരുന്നത് നമുക്കറിയാം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ വരുന്നുണ്ട്, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് വരുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് റിസ്ക് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് വല്ലാതെ ഇറങ്ങുന്നില്ല, കാരണം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ആ ടോപ്പിക്കിലേക്കൊക്കെ ഉള്ള ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പം ഗെയിം തിയറി പറയുന്നുണ്ട്, നോൺ കോപ്പറേറ്റീവ് ഗെയിംസ് പോലെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യം. ഇവ 2020 ജൂണിൽ വരെ ഗെയിംസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒന്നും കൂടി എന്തായിട്ടുണ്ട്, ഒരു നമ്മൾ പറയുന്ന മാത്തമാറ്റിക്കൽ എക്കണോമിക്സിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. പിന്നെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, പിന്നെ ഫാക്ടർ പ്രൈസിങ്, ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, എഫിഷ്യൻസി ക്രൈറ്റീരിയയിലൂടെ തന്നെ നമ്മൾ എന്ത് പറയും, നമ്മൾ പറഞ്ഞ ജനറൽ വെൽഫെയർ എക്കണോമിക്സിന്റെ പാരേറ്റോ ഒപ്റ്റിമാലിറ്റിയും കാൾഡറും ഹിഗ്സും പോലെയുള്ള കാര്യങ്ങളും, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനും, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം അസിമെട്രിക് ഇൻഫർമേഷൻ, അഡ്വൈസ് സെലക്ഷൻ, മോറൽ ഹസാർഡ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പം ഇനി ഞാൻ പറയുന്ന കാര്യം, ഈ ഭാഗം നിങ്ങൾ കഴിയുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, ഇതിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഹൗ ഇറ്റ് ബിക്കെയിം ഇമ്പോർട്ടന്റ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അവിടെയാണ് ഞാൻ നിർത്തിയിട്ടുണ്ടാവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് പറയാൻ വന്നത്. അതായത് ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത് എപ്പോഴും ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ അനലൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ഇമ്പോർട്ടന്റ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പിക്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ചില പോയിന്റുകൾ, ഏകദേശം ഒരു 15-16 ടോപ്പിക്കുകൾ ഇവിടെ പറയാനുണ്ട്. ഈ 15 ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് ആവാനുള്ള റീസൺ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കാണുന്ന ഒരു എന്താ പറയാ അതിപ്രസരം എന്നൊക്കെ പറയില്ലേ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷെ ആ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു ബ്രോഡ് ഫോമിലാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. പക്ഷെ അതിനെ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന രീതിയിൽ നിങ്ങൾ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ കൊണ്ടുള്ള ഗുണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഈ ഭാഗം കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ റിവ്യൂ ചെയ്യാം. അതിനുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡിമാൻഡ് അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇലാസ്റ്റിസിറ്റിയുടെ കൺസെപ്റ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു എന്നുള്ള കാര്യമാണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. അതായത് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ഉണ്ട്, നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന അതിനെ നമുക്കറിയാം, പോസിറ്റീവിനെ നമ്മൾ ബാൻഡ് വാഗൺ എഫക്ട്, അതേപോലെ തന്നെ സ്നോബ് എഫക്ട്, വെബ്ലൻ എഫക്ട് പോലുള്ള കാര്യങ്ങൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഉള്ള സെക്കൻഡ് ടോപ്പിക് യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. ഈ യൂട്ടിലിറ്റി അനാലിസിസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി, അതായത് ഗോസൻസിന്റെ ഫസ്റ്റ് ലോ ആൻഡ് ദ സെക്കൻഡ് ലോ, ഈ രണ്ട് കാര്യമാണ് യൂട്ടിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ ഇൻഡിഫറൻസ് കർവിലേക്ക് വരുന്ന സമയത്ത് ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിന്റെ ഡിഫറെന്റ് ഷേപ്പ് എന്താണ്, ഡിഫറെന്റ് പ്രൊഡക്ട്സിന്റെ കേസിൽ ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡിന്റെ കേസിൽ എന്താണ് ഇൻഡിഫറൻസ് കർവ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അത്തരം ചോദ്യങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ഫോക്കസ് പോകണം എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് എങ്കൽ കർവ്, ഇൻഡിഫറൻസ് കർവിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ്, MRS, ആ ടൈപ്പിലേക്കുള്ള മൈൻഡ് കൂടി കൊണ്ടുപോകണം. പിന്നെ അതേപോലെ തന്നെ എങ്കൽ കർവ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിച്ചിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എങ്കൽ കർവിന്റെ റിലേഷൻ എന്താന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്, റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ സാമുവൽസൺ, ഹിഗ്സ്, സ്ട്രോങ് ഓർഡറിംഗ്, വീക്ക് ഓർഡറിംഗ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലൂടെ RPTനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ തിയറീസ് ഓഫ് പ്രൊഡക്ഷനിലെ തിയറിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇല്ലാത്ത ഒരു പേപ്പറും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ ഓക്കെ, ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം കോബ് ഡഗ്ലസ് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ CS പ്രൊഡക്ഷൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഹോമോജനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനോ ഒക്കെ ആയിരിക്കും ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന തിയറീസ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഇതിന്റെ പ്രൊഡക്ഷന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതിൽ ഐസോകോണ്ട് പോലെയുള്ള, നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഐസോകോണ്ട്, പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം വരുന്നത്, ഐസോ കോസ്റ്റ് കർവ്, ഇതേപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് തിയറി ഓഫ് പ്രൊഡക്ഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. പിന്നെ കോസ്റ്റിൽ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട 2 രീതിയിലുള്ള അനാലിസിസ് നോക്കണം. ട്രഡീഷണൽ കോസ്റ്റും പിന്നെ സോസർ ഷേപ്ഡിൽ വരുന്ന നമ്മുടെ മോഡേൺ കോസ്റ്റും. ഈ 2 കാര്യം നിങ്ങൾ എപ്പോഴും അനലൈസ് ചെയ്യണം. പിന്നെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ
2 ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻ വരുന്ന സ്ഥലത്ത് 3 ക്വസ്റ്റ്യൻ വരുന്ന ഈ ഒറ്റ ടോപ്പിക്കിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ. അവിടെ എന്തൊക്കെയുണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും ഒളിഗോപ്പൊളിയുടെയും ഒക്കെ പ്രൈസ് ഡിറ്റർമിനേഷൻ, ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഒളിഗോപ്പൊളി മോഡലില് കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളിയുടെ ഭാഗമായിട്ടുള്ള മോഡൽസ് ഒരുപാട് വരുന്നുണ്ട്. അറിയാം, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നോൺ കൊളൂസീവ് ആയിട്ടുള്ള ഒളിഗോപ്പൊളി മോഡലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെർട്രാൻഡ് മോഡൽ മുതൽ നമുക്കറിയാം, ബെർട്രാൻഡ് മോഡൽ, സ്റ്റാക്കിൽബർഗ് മോഡൽ, അതേപോലെയുള്ള കുർനോട്ട് മോഡൽ പോലുള്ള കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഇക്വിലിബ്രിയം അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള പാർഷ്യൽ ഇക്വിലിബ്രിയം നമുക്കറിയാം ആൽഫ്രഡ് മാർഷലിന്റേതാണ്. അതുപോലെ തന്നെ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് നമുക്കറിയാം വാൽറാസിന്റേതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയെന്നാണ് കേട്ടോ. തീർച്ചയായിട്ടും അടുത്തയിലേക്ക് പോവാം. അതില് ഒരു മോഡലിന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ ബാക്കിയെല്ലാം IC അനാലിസിസ്, യൂട്ടിലിറ്റി അനാലിസിസ്, റിവീൽഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് വലിയൊരു ഭാഗമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു എങ്കൽ കർവിനെ പരിഗണിച്ചു. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എങ്കൽ കർവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഭാഗമാണ് കോബ്വെബ് മോഡൽ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കോബ്വെബ് മോഡൽ. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒക്കെ മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കോബ്വെബ് മോഡലിന്റെ കേസ് എപ്പോഴും നമുക്ക് ഒരു എന്താ പറയാ കണക്ട് ചെയ്തിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് പറയാനുള്ളത് മാനേജീരിയൽ ആണ്. മാനേജീരിയൽ തിയറീസ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. ബോമോളിന്റെ തിയറി ഉണ്ട്, മാറിസിന്റെ തിയറി ഉണ്ട്, വില്യംസന്റെ ഒക്കെ തിയറി ഉണ്ട്. അത്തരം തിയറീസ് ഒക്കെ ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. പിന്നെ ലിമിറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ട് ബെയിനിന്റെയും സൈലോസ് ലാബിനിയുടെയും ഒക്കെ തിയറീസ് ഉണ്ട്. പിന്നെ ടെക്നിക്കൽ പ്രോഗ്രസ്, നമുക്കറിയാം ഹിഗ്സിന്റെ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലേബർ ഓഗ്മെന്റിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓഗ്മെന്റിങ് ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോഗ്രസ്, അത്തരം ടോപ്പിക്കുകളൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും. പിന്നെ പറയാനുള്ള അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഭാഗമാണ് തിയറി ഓഫ് റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത്. റെന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ വെൽഫെയർ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ പരേറ്റോ ഒപ്റ്റിമാലിറ്റി, അതിന്റെ കണ്ടീഷൻസ്, പുതിയ ന്യൂ വെൽഫെയർ തിയറീസ്, അതിൽ കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ, ആരോന്റെ ഇമ്പോസിബിലിറ്റി തിയറം, റോൾസിന്റെ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ എന്തുകൊണ്ടും നമ്മുടെ വെൽഫെയർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയാനുള്ളത് ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു ഭാഗം അസിമെട്രിക് ഇൻഫർമേഷൻ, അതിൽ മോറൽ ഹസാർഡ്, അഡ്വൈസ് സെലക്ഷൻ, പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം, ഇത്രയും ഭാഗങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് ഒന്നുകൂടി പോവാം. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ നെറ്റ് ജൂണിൽ 2020 നടന്ന ജൂണിൽ നടന്ന അല്ലെങ്കിൽ ജൂണിൽ നടക്കേണ്ടിയിരുന്ന സെപ്റ്റംബറിൽ നടന്ന NTA എക്സാമിൽ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ടോട്ടലായിട്ട് 13 ക്വസ്റ്റ്യൻസ് ആണ് വന്നതായിട്ട് കാണുന്നത്. ചിലപ്പം ചിലർ പറയുന്നുണ്ട് 14 or 15 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഞാൻ അതിനെ ഈ ഗെയിമിന്റെ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താതെയാണ് ഞാൻ ഈ ഒരു 13 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൊണ്ടുപോയത്. അതിൽ തന്നെ 10 ക്വസ്റ്റ്യൻ മൈക്രോയിൽ നിന്ന് ഡയറക്റ്റ് ആണ്, എന്നാൽ 3 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ കണക്ട് ചെയ്തിട്ടാണ്. നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ചില ചോദ്യങ്ങളൊക്കെ MR കാണാൻ, TR കാണാൻ, അല്ലെങ്കിൽ MC-MR റിലേഷൻ കാണാൻ, അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളതും ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു തിയററ്റിക്കൽ ഫോർമുലേഷൻ മൈക്രോയിലുണ്ട്, പക്ഷെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സെൻസ് നമ്മൾ ഇവിടെ കാണുന്നത് മാത്തമാറ്റിക്കൽ ആണ്. അപ്പൊ അതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ പൊതുവെ പരിഗണിക്കാറുള്ളത്. ഇത് കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ? ഇത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ. അതായത് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതിൽ രസം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അസേർഷൻ റീസൺ പൊതുവെ പലർക്കും ഒരു ഹാർഡ് ടൈപ്പിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സ്റ്റേറ്റ്മെന്റ് വൈസ് തന്നിരുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് തരും, അതിൽ ഒന്ന് ട്രൂ ആണെന്ന് പറയും, മറ്റേത് ട്രൂ ആണെന്ന് പറയും, അല്ലെങ്കിൽ 2 കൂടി ട്രൂ ആണെന്ന് പറയും, അല്ലെങ്കിൽ 2ഉം ഫാൾ ആണെന്ന് പറയും. ഈ ടൈപ്പിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പൊ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കൂടി സിമ്പിൾ ആണ് എന്നാണ് പലരുടെയും അഭിപ്രായം വന്നത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലേണിംഗ് കർവ്
effect is related to a firm's long run average cost curve. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ സ്വാപ്ഡ് അലോക്കേഷൻ ഈസ് വൺ ദാറ്റ് ഈസ് പരേറ്റോ എഫിഷ്യന്റ് ആസ് വെൽ ആസ് ആൻ ഇക്വിറ്റബിൾ അലോക്കേഷൻ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട്. both statement 1 and 2 are true, both statements are false, statement 1 is correct but statement 2 is false. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസർ തോന്നുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഒരു ഇന്ററാക്റ്റീവ് ലെവലിൽ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെറും റേഡിയോ ആവണ്ട, നമുക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് പോവാം. 3 statement 1 is correct but statement 2 is wrong. വേറെ ഏതെങ്കിലും അഭിപ്രായം? ഓക്കെ, അല്ല എല്ലാവരും ഒന്ന് നോക്കട്ടോ. എന്തെങ്കിലും നിങ്ങളുടെ ആൻസർ, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആൻസർ പറയാം. 3 എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും 3 എന്ന് പറയാം. അതായത് ഒരാൾ പറഞ്ഞത് കൊണ്ട് അതെ 3 ആയിരിക്കാം എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഏതാണോ തോന്നിയത് അത് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് നിങ്ങൾ പോവാം. ആൻഡ് ഇതിലെ ആൻസർ വന്നിരുന്ന സമയത്ത് ആൻസർ എന്ന് പറയുന്നത് ഇതിലേക്ക് പോകുന്നുണ്ട്. ആദ്യം പറയാം, ലേണിംഗ് കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് അഫക്ട് ലേണിംഗ് കർവ് എഫക്ട് ഈസ് റിലേറ്റഡ് ടു. എന്താണ് ലേണിംഗ് കർവ്? ലേണിംഗ് ബൈ ഡൂയിങ് കേട്ടിട്ടുണ്ടാവും അല്ലെ? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ആരോട് ഒരു കൺസെപ്റ്റ് ആണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. ഈ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ലേണിംഗ് കർവ് നമ്മൾ വരയ്ക്കാറുള്ളത് ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ പോലെ തന്നെയാണ്. എങ്ങനെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഉണ്ടാവുക? ഇങ്ങനെ ഒരു താഴേക്കുള്ള റെക്ടാംഗുലർ ഹൈപ്പർബോളയുടെ ഷേപ്പിലാണ് അല്ലെ? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ അറിയാലോ. ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ ഷേപ്പ് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം നെറ്റില്. ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ അതേ ഷേപ്പിലാണ്, അല്ലെങ്കിൽ ആ എഫക്റ്റിലൂടെയാണ് നമ്മൾ എന്ത് പറയാൻ പറ്റുക? ലേണിംഗ് കർവ് എഫക്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒക്കെ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെ, അതായത് 100 ക്വസ്റ്റ്യൻസിന്റെയും മലയാളത്തിലുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും മാർക്കറ്റിംഗ് ആയിട്ട് വിചാരിക്കേണ്ട, അതായത് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും അത് നിങ്ങൾ കൂടി ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, എ സ്വാപ്ഡ് അലോക്കേഷൻ ഈസ് വൺ ദാറ്റ് ഈസ് പരേറ്റോ എഫിഷ്യന്റ് ആസ് വെൽ ആസ് ആൻ ഇക്വിറ്റബിൾ അലോക്കേഷൻ. സ്വാപ്ഡ് അലോക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ സ്വാപ്പ് ചെയ്യാന്നൊക്കെ പറയാം അല്ലെ? അപ്പൊ രണ്ടാൾക്കും ഈക്വലി അലോക്കേറ്റ് ചെയ്യുന്ന കേസിലാണ് സ്വാപ്ഡ് അലോക്കേഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വാപ്ഡ് അലോക്കേഷൻ പരേറ്റോ എഫിഷ്യന്റ് ആണെന്നും ഇക്വിറ്റബിൾ അലോക്കേഷൻ ആണ് എന്നും പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ സംഭവിച്ചത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നത്. ലേണിംഗ് കർവ് എഫക്ട് ഈസ് റിലേറ്റഡ് ടു ഫേംസിന്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്, അതായത് റെക്ടാംഗുലർ ഹൈപ്പർബോള ഷേപ്പിലുള്ള ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ലേണിംഗ് കർവിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആരോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന രീതിയിൽ. നെക്സ്റ്റ് പറയുന്ന സ്വാപ്ഡ് അലോക്കേഷൻ ആണ്. സ്വാപ്ഡ് അലോക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് രണ്ടുപേർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അലോക്കേഷനെയാണ് നമ്മൾ സ്വാപ്ഡ് അലോക്കേഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പരേറ്റോ എഫിഷ്യന്റ് ആണെന്ന് പറയാം. പരേറ്റോ എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൂടുതലായിട്ട് കൊടുക്കുന്നത് കൊണ്ട് മറ്റേ ആൾക്കൊന്നും നഷ്ടപ്പെടാത്ത കേസാണല്ലോ. നമുക്കറിയാം there is no one better off without making some other people worse off. ആ ഒരു കണ്ടീഷനാണ് പരേറ്റോ എഫിഷ്യന്റ്. അതുപോലെ തന്നെ ഇക്വിറ്റബിൾ അലോക്കേഷൻ ആണ് എന്നും പറയാൻ പറ്റും, കാരണം സ്വാപ്ഡ് അലോക്കേഷൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ദ ആൻസർ ഈസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനൊരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് ഉള്ള ടൈം വെച്ചിട്ട് മാക്സിമം എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമത്തിൽ എത്തിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാക്സിമത്തിൽ തന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ ഗിവൺ ഇൻകം കൺസംഷൻ കർവ് ഇൻ ദ ഡയഗ്രാം. ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കും. NTA പാറ്റേൺ ചേഞ്ച് വന്നത് കൊണ്ട് ആണോ? ഇതിന്റെ ഇടയിൽ തന്നെ ഞാൻ പറയാം, NTA പാറ്റേൺ ചേഞ്ച് വന്നത് കൊണ്ട് ആണോ ഈ എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നത്? NTA പാറ്റേൺ ചേഞ്ച് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുന്ന സമയത്ത് അതിൽ ചില സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായി തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ചിലപ്പോൾ. പിന്നെ എന്താ വെച്ചാൽ കുറച്ചും കൂടിയും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മാറിയിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. According to second theorem of welfare economics, the Pareto distribution is not equitable. Then how will be it right?
ഓക്കെ, നിങ്ങൾ പറയുന്ന സാധനം നിങ്ങൾ ന്യൂ അല്ലെങ്കിൽ ന്യൂ വെൽഫെയർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കാതെ ഞാൻ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആയിട്ട് ചിന്തിക്കുക. സ്വാപ്ഡ് അലോക്കേഷൻ ആണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെടുക്കാതെ ഈക്വലി വരുന്ന ഒരു അലോക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക. നിങ്ങൾ കുറച്ചും കൂടി അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോവാതിരിക്കുക. കാരണം നിങ്ങൾ പോകുന്നത് ഇപ്പം കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ആള് മെസ്സേജിൽ ഇട്ട സംഭവം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, അല്ലെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ തിയറിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി പോവുക ചെയ്യുന്നത്. ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതായത് ലേണിംഗ് കർവ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള സ്വാപ്ഡ് അലോക്കേഷൻ തീർച്ചയായിട്ടും കൃഷ്ണപ്രിയയുടെ ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിയാൻ നേരത്ത് പറഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ. റിസർവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ സീംസ് ടു ബി വെരി ഡിഫിക്കൽട്ട്. അറിയാം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇതിൽ ഇട്ടോളൂ. ഞാൻ മാക്സിമം ആൻസർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ശ്രമിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു ഇത് അങ്ങനെ നഷ്ടപ്പെടും. ഓക്കെ, ഫോർ ദ ഗിവൺ ഇൻകം കൺസംഷൻ കർവ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ തരാതെ പോവാന്ന് വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരും. ഫോർ ദ ഗിവൺ ഇൻകം കൺസംഷൻ കർവ് ഇൻ ദ ഡയഗ്രാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ബിയോണ്ട് പോയിന്റ്, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണ്. കറക്റ്റ് ബിയോണ്ട് പോയിന്റ് എക്ക് ശേഷം ഉള്ള കറക്റ്റ് ഏതാണ് കറക്റ്റ് എന്ന ചോദ്യം. ഇവിടെ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രത്തിൽ ഗുഡ് എക്സിന്റെയും ഗുഡ് വൈന്റെയും കോമ്പിനേഷൻ കാണിക്കുന്നുണ്ട്. ഇൻകം കൺസംഷൻ കർവാണ് ഇവിടെ പറയുന്നത്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഗുഡ് എക്സും ഗുഡ് വൈയും എത്ര നമ്മൾ ഉപയോഗിക്കും എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എക്ക് ശേഷമുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ ഇത് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ശരിക്ക് എയും കൂടുന്നുണ്ട്, ബി അതായത് എക്സിന്റെ കമ്മോഡിറ്റി, അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ എക്സിന്റെ ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട്, വൈന്റെ ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട്. പക്ഷെ ഇതിന് എ എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എന്താ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾ ആൻസർ അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടാൻ നോക്കുക. ഓക്കെ, 2 ആണ് എല്ലാവരും കൊടുക്കുന്നത് അല്ലെ. വൈ ഈസ് ഇൻഫീരിയർ ആൻഡ് ഗുഡ് ഈസ് നോർമൽ. ഓക്കെ, മെജോറിറ്റി ആൾക്കാരും ആൻസർ ചെയ്തത് 2 ആണ്. വിച്ച് മീൻസ് ഗുഡ് വൈ ഈസ് ഇൻഫീരിയർ ആൻഡ് ഗുഡ് എക്സ് ഈസ് നോർമൽ. ശരിയാണ്. കാരണം എന്താണ്, വൈ എന്താ ചെയ്യുന്നത്? ഇൻകം കൂടുന്നതിനനുസരിച്ച് അയാളുടെ കൺസംഷനിൽ വൈയുടെ അളവ് അയാൾ കുറയ്ക്കുക ചെയ്യുന്നത്. പക്ഷെ എക്സിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവിടൊക്കെ വരികയാണെങ്കിലും ഇവിടൊക്കെ വൈന്റെ അളവ് കുറയുന്നുണ്ട്, പക്ഷെ എക്സിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പൊ എക്സ് ഈസ് എ നോർമൽ ഗുഡ് ആൻഡ് വൈ ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ്. കറക്റ്റ് ആൻസറിംഗ് ആണ്. നെക്സ്റ്റിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ച അല്ലെങ്കിൽ ഒളിഗോപ്പൊളിയുടെ നോൺ കൊളൂസീവ് മാർക്കറ്റും അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഒളിഗോപ്പൊളി മാർക്കറ്റുമായി കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏതായിരിക്കും ആൻസർ? 4 എന്ന് പറയുന്നത് 4 എന്നാണ് പറയുന്നത് അല്ലെ. ചാംബർലിന്റെ സ്മോൾ ഗ്രൂപ്പ് മോഡൽ. ചാംബർലിൻ നമുക്കറിയാം സ്മോൾ ഗ്രൂപ്പ് മോഡൽ ആണ്. പോളം സ്വീസിന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. കിങ്ഡ് ഡിമാൻഡ് കർവാണ് പോളം സ്വീസി പറയുന്നത്. സ്റ്റാക്കിൾബർഗിന്റേത് പ്രൈസ് ലീഡർഷിപ്പ് ആണോ ഫെൽനറിന്റേതാണോ പ്രൈസ് ലീഡർഷിപ്പ് എന്നാണ് അറിയേണ്ടത്. സ്റ്റാക്കിൾബർഗ് പഠിച്ച ഒരാൾക്ക് അറിയാം, റിയാക്ഷൻ കർവിനെ വെച്ചിട്ടാണ് സ്റ്റാക്കിൾബർഗ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഡുവോപ്പൊളി മോഡലിനെ അല്ലെങ്കിൽ ഒളിഗോപ്പൊളി മോഡലിനെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. സോ റിയാക്ഷൻ കർവ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് സ്റ്റാക്കിൾബർഗ് ആണ്. ആൻസർ വരുന്നത് 4 ആണ്. A1, B2, C4, D3. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഇട്ടാൽ മതി, ബാക്കി നമ്മൾ പറയാം. കാണുന്നുണ്ടല്ലോ അല്ലെ ക്വസ്റ്റ്യൻസ് കാണുന്നു. ഇത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലേക്ക് ഇട്ടത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ ഫോർമുലേഷനിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൈക്രോ എക്കണോമിക്സിന്റെ ഫോർമുലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന് ഇങ്ങനെയല്ല അത് കംപ്ലീറ്റ്. അതായത് ഗിവൺ ദ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ TR is equal to 1400Q minus 6Q square and total cost function TC equal to 1500 plus 80Q at Q is equal to 100 units. Which one of the following responses is correct എന്നുള്ളതാണ്. ഇവിടെ TR-ഉം TC-യും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഇതിൽ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് ഇതെല്ലാം അതിൽ ഓപ്ഷൻ വരുന്നത് ഞാൻ പറയാം. നിങ്ങൾ ഇതിൽ ഞാൻ വേഗം ടോപ്പിക്കിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് കടക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസിൽ ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത് സാധാരണ ഇതിനെ നമ്മൾ
എം ആറും എം സിയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യം അതിന് എന്ത് ചെയ്യും, അതിന്റെ ഡെറിവേറ്റീവ് കാണും അല്ലെ. അങ്ങനെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് എം ആറും അതേപോലെ തന്നെ എം സിയും കിട്ടും. ടി ആറിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും, എം ആർ കിട്ടും. ടി സിനെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് എം സിയും കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് എം ആറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1400 ക്യൂ മൈനസ് 6 Q² ഡെറിവേറ്റീവ് ആക്കുന്ന സമയത്ത് 2 × 6Q 12Q ആണ്. 1400 മൈനസ് 12Q, അതായത് നമ്മൾ അതിനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്നും കൂടിയും ഇവിടെ Q എന്ന് പറയുന്നത് Q 100 യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1400 മൈനസ് 12 × 100 എന്ന് വരും. 1400 മൈനസ് 1200 ദാറ്റ് ഈസ് 200. നമുക്കറിയാം ആൻസർ 200 എം ആർ കിട്ടും. അതുപോലെ തന്നെ എം സി വരുന്ന സമയത്ത് ഇവിടെ എന്താണ്, ടി സിനെ വേഗം മാറ്റിയാൽ മതി, കാരണം ഇത് നമുക്ക് കോൺസ്റ്റന്റ് ആണ്, ഇത് പോവും. അതുപോലെ തന്നെ 80 ക്യൂവിൽ നിന്ന് 80 മാത്രം എടുത്തു കഴിഞ്ഞാൽ എം സി ആയി. അപ്പം ആൻസറിൽ വരുന്ന സമയത്ത് ബി എന്ന് പറഞ്ഞതും ശരിയാണ്, എ എന്ന് പറഞ്ഞതും ശരിയാണ്. കാരണം എം ആർ ഈസ് ഗ്രേറ്റർ ദാൻ എം സി. 200 ആണ് എം ആർ, എം സി 80 ആണ്. അപ്പം ആൻസർ വരുന്ന സമയത്ത് ഇതിൽ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തതിലേക്ക് പോവാം. എ ലെഫ്റ്റ്വാർഡ് ഷിഫ്റ്റ് ഇൻ എന്തെങ്കിലും A leftward shift in labor demand curve is caused by. പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഷിഫ്റ്റ് ഇൻ ലേബർ ഡിമാൻഡ് കർവ് ആണ് പറയുന്നത്. ലെഫ്റ്റ്വാർഡ് ഷിഫ്റ്റ് ഇൻ ലേബർ ഡിമാൻഡ് കർവ്. ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ, എന്താണെന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് കിട്ടും. 2. Decrease in wage rate. Decrease in marginal productivity of labor. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ള കാര്യം 1ഉം 2ഉം എല്ലാ ആൻസർ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇവിടെ ഷിഫ്റ്റ് ഇൻ ലേബർ ഡിമാൻഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ലേബറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വേജ് ആണ്, ഷിഫ്റ്റ് അല്ല. ഷിഫ്റ്റ് അതായത് ലേബർ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിലെ വേജ് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് വേജ് റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗും അല്ല, ഡിക്രീസിംഗും അല്ല, ഇൻക്രീസിംഗും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ 1ഉം 2ഉം ആൻസർ ആയിട്ട് വരില്ല. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 4 ആണ്, ഡിക്രീസ് ഇൻ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഈ ഒരു ഡയഗ്രാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, മുമ്പ് പഠിച്ചിരുന്ന കാര്യമാണ്. ലേബർ ഡിമാൻഡിനെ പറയുന്ന സമയത്ത് ലേബർ ഡിമാൻഡ് എങ്ങനെയാണ് ലേബർ ഡിമാൻഡിലേക്ക് വരുന്നത് എന്നുള്ളതും ഷിഫ്റ്റ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ അതർ ഫാക്ടേഴ്സ് ആൻഡ് പ്രൈസ്. അതാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ടുള്ള കാര്യത്തിനാണ് ഷിഫ്റ്റ് എന്ന് പറയാം. ഇവിടെ ലേബറിന്റെ പ്രൈസ് എന്താ? വേജ് ആണ്. വേജ് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഭവത്തിന് നമ്മൾ ഇൻക്രീസിംഗ് വേജ് റേറ്റ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് വേജ് റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q equals to AL⁻α K⁻β. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് സി ഡി പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സി എസ് പ്രൊഡക്ഷനോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവുന്നത് കാണാറുണ്ട്. അപ്പം അത് ഒന്ന് തറവായിട്ട് പഠിക്കുക, കാരണം അതിന്റെ പ്രോപ്പർട്ടീസും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും എപ്പോഴും പഠിച്ചു വെക്കുക. ഫോർ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q equals to AL⁻α K⁻β. നമുക്കറിയാം സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നതാണ്. ദ കോഎഫിഷ്യന്റ് A ഷോസ് മാനേജീരിയൽ എഫിഷ്യൻസി. ഇതായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. ഇത് ഓപ്ഷൻ അല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 1 then the production function exhibits increasing return to scale. ഇത് ആൻസർ അറിയുന്നുണ്ടെങ്കിൽ ചാറ്റിൽ പറയാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ ഈസ് ഗിവൺ ബൈ ബീറ്റ കെ ഡിവൈഡഡ് ബൈ ആൽഫ എൽ. ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഗിവൺ ബൈ ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ അല്ലെങ്കിൽ ബീറ്റ ക്യൂ ഡിവൈഡഡ് ബൈ കെ. അങ്ങനെയും പറയാറുണ്ട്, എങ്ങനെയും ഉപയോഗിക്കാം. രണ്ടും ഈക്വൽ ആയിട്ടുള്ള സംഭവത്തിന് 4 ആണ് പറയുന്നത്. 4 ആണോ 1? 4. ഓക്കെ, എ ബി സി ആൻഡ് ഡി. 1 എ ബി ആൻഡ് സി. ഓക്കെ ഓക്കെ, ഞാൻ ഓരോ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് കടന്നു വരാം. അല്ലെങ്കിൽ ആദ്യത്തെ, ദ കോഎഫിഷ്യന്റ് എ ഷോസ് മാനേജീരിയൽ എഫിഷ്യൻസി. എ എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കറക്റ്റ് ആണ്. എ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമല്ല, എല്ലാ ഓപ്ഷനിലും എ ഉണ്ട്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ശരിയാണെന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 1 then the production function exhibits increasing return to scale. അല്ലെ? ഇൻക്രീസിംഗ് റിട്ടേൺ. എല്ലാവരും എയും 3ഉം 1ഉം 3ഉം 4 ഒക്കെയാണ് ആൻസർ പറഞ്ഞത് അല്ലെ? അപ്പൊ ഓക്കെ, ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 എന്ന സമയത്ത് ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ട് എന്നാ പറയുന്നത്. അത് ശരിയാണ്, കാരണം അറിയാലോ ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണ്, ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ്.
ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ കെ, ലേബർ ഫോർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമുക്ക് MRTS-L4K എന്ന് പറയും അല്ലെ, MRTS-L4K. എന്നാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ MRTS-L4K-യുടേതല്ല, K4L-ന്റേതായിരുന്നു. ബീറ്റ കെ ഡിവൈഡഡ് ബൈ ആൽഫ എൽ അല്ല, ആൽഫ എൽ ഡിവൈഡഡ് ബൈ ബീറ്റ കെ ആണ് MRTS. ഇതൊക്കെ നിങ്ങൾ നോട്ട് കയ്യിലുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. MRTS-L4K എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ എൽ ഡിവൈഡഡ് ബൈ ബീറ്റ കെ ആണ്. രണ്ടാമത്തെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അതേപോലെ തന്നെ MRTS-K4L ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണെന്ന് അറിയാം. അപ്പൊ സി തെറ്റായിട്ടുള്ള സി വരാത്ത ഒറ്റ ഒന്നേ ഉള്ളൂ, അത് ഈ രണ്ടാമത്താണ്. അതിലേക്ക് നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇനി അടുത്തതിലേക്ക് കൂടി പോവാം. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഗിവൺ ബൈ ബീറ്റ ക്യൂ ഡിവൈഡഡ് ബൈ കെ. ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ എന്ന് പറയാം, ബീറ്റ ക്യൂ ഡിവൈഡഡ് ബൈ കെ എന്ന് പറയാം. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആവുന്ന സമയത്തോ ആൽഫ ക്യൂ ബൈ എൽ എന്ന് വരും. അതാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മറ്റേതിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ആ ഒരു കണക്ഷന്റെ ലെവലിൽ എക്കണോമിക്സിൽ, മൈക്രോ എക്കണോമിക്സിൽ പ്രത്യേകിച്ചും കണക്ഷൻസ് ആണ് നിങ്ങളുടെ ആൻസറിലേക്ക് എത്തിക്കുക. നിങ്ങൾക്കുള്ള മൈൻഡിലുള്ള കണക്ഷൻസ്. L4K എന്ന് പറഞ്ഞ സമയത്ത് എല്ലിന് മുകളിലേക്ക് ഇടുക. അതുപോലെ തന്നെ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ ക്യാപിറ്റലിന്റെ പാരാമീറ്ററും അതേപോലെ തന്നെ ക്യാപിറ്റലും ഉപയോഗിക്കുക വേണ്ടത്. ഓക്കെ, A, B and D is answer. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ഇനി കഴിയുന്നതും മാക്സിമത്തില് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ സഹകരിക്കുക. അതായത് മാക്സിമം ടോപ്പിക്കിലേക്ക് ഞാൻ എത്താൻ ശ്രമിക്കും. അപ്പോ എന്തെങ്കിലും മനസ്സിലാവാതെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൺസെപ്റ്റിൽ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാം. ഒന്നെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് വോയിസ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ അതിൽ കേൾക്കാൻ റെഡിയാണ്. ഓക്കെ, ഇതൊക്കെ ആദ്യം നമ്മൾ പറയുന്ന, ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ തന്നെയാണ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യം ഡിമാൻഡ് ആണ്. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് എന്താണ്? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറയാം. ഡിമാൻഡ് ശരിക്കും പോപ്പുലറൈസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം നമ്മളെ ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ആദ്യം ശരിക്ക് ഡിഫൈൻ ചെയ്ത് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഡിസയർ, വില്ലിംഗ്നെസ്, എബിലിറ്റി ടു പേ, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, ടൈം, ഇതൊക്കെയാണ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിറ്റർമിനൻസ്. തന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ ആണ്. കാരണം ആൽഫ്രഡ് മാർഷലിനെയാണ് നമ്മൾ ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട വക്താവായിട്ട് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് ഓൾറെഡി. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഇങ്ങനെ ഒരു ലെഫ്റ്റ്, ഓക്കെ ഇപ്പൊ ക്ലിയർ ആണോ? എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ പറയുന്ന ഡിമാൻഡ് കർവുമായി ബന്ധപ്പെട്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതേപോലെ തന്നെ ഇൻകം എഫക്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഡിഫറെന്റ് യൂസസ് ഓഫ് എ കമ്മോഡിറ്റി, അതേപോലെ സൈസ് ഓഫ് ദ മാർക്കറ്റ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി നമുക്കറിയാം അല്ലെ, മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതേപോലെ ഇൻകം എഫക്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിമാൻഡ് കർവിന്റെ ഈ സ്ലോപ്പിന് കാരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എക്സെപ്ഷൻസ് ടു ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതാണ്. ആ എക്സെപ്ഷൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്? നമ്മൾ പറയുന്ന നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റിനെ കുറിച്ച് പറയാറുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ബാൻഡ് വാഗൺ എഫക്റ്റും സ്നോബ് എഫക്റ്റും. ബാൻഡ് വാഗൺ എഫക്ട് എങ്ങനെയാ വരുന്നത്? അതായത് ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് അല്ലെ. അതായത് നമ്മുടെ ഒരു ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം വരിക, അല്ലെങ്കിൽ ആ ഒരു ഡിസയറിനെയാണ് ബാൻഡ് വാഗൺ എഫക്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ കൺസംഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതി. എന്നാൽ സ്നോബ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്നോബ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ അത് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെ. നമ്മൾ പ്രത്യേകിച്ച് റിച്ച് ആയിട്ടുള്ള കേസിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഐഫോൺ പോലെയുള്ള, കുറച്ചു കാലം മുമ്പ് കേട്ടോ, ഇപ്പൊ ഒക്കെ ഐഫോൺ വളരെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ സ്നോബ് എഫക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അതിനെ എഫക്ട് ചെയ്യുന്നത് കൺസംഷനെ, അല്ലെങ്കിൽ വളരെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്നോബ് എഫക്ട് നമ്മൾ പറയാറുള്ളത്. അതിൽ തന്നെ നമ്മൾ പറയുന്ന ലക്ഷറി ഗുഡ്സ് ആയിട്ടുള്ള വെബ് ആൻഡ് ഗുഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് അറിയാം.
ഓക്കെ, അടുത്ത് പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ലേബർ ഡിമാൻഡ് കർവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ലേബർ ഡിമാൻഡ് കർവ് പോലെ തന്നെ സാധാ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഡിമാൻഡിനെ രണ്ട് രീതിയിൽ ചേഞ്ചസ് നമുക്ക് പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് അതിന് ഷിഫ്റ്റിനെ കാണിച്ചുകൊണ്ടും മറ്റേത് എന്ന് പറയുന്നത് ചേഞ്ചസ് വിത്തിൻ ദ ഡയഗ്രം ആണ്. അപ്പം ചേഞ്ചസ് വിത്തിൻ ദ ഡയഗ്രം വരുന്ന സമയത്ത് അതിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് വരും. എന്നാൽ ഈ പറയുന്ന ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഡിമാൻഡിൽ ഇൻക്രീസും ഡിക്രീസും പറയുന്നത് പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിനെ കൊണ്ടുള്ള എഫക്റ്റിനെ നമ്മൾ എന്തെന്ന് പറയും, ഈ പറയുന്ന ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ നമ്മൾ കാണിക്കാറുണ്ട്. എന്നാൽ പ്രൈസിലാണ് മാറ്റം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കേസിൽ പറയും. ഇവിടെയാണ് എക്സ്പാൻഷൻ വരുന്നത്, ഇവിടെയാണ് കോൺട്രാക്ഷൻ വരുന്നത്. നിങ്ങൾക്കറിയാം കോൺട്രാക്ഷൻ ഓഫ് എന്താണ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. ഈ ഒരു പഴയ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഈ ഒരു പുതിയ ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കോൺട്രാക്ട് ചെയ്യാണ് ചെയ്ത ഡിമാൻഡ്, അതാണ് കോൺട്രാക്ഷൻ. ഇവിടെ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്, അതുകൊണ്ട് ഇവിടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. നിങ്ങൾക്ക് അറിയാം ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി യൂണിറ്ററി ഇലാസ്റ്റിക്കിന്റെ കേസിൽ E=1 വരും. ഇലാസ്റ്റിക് ആവുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഇൻഇലാസ്റ്റിക് ആവുന്ന സമയത്ത് ലെസ് ദാൻ 1 ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ആണെങ്കിൽ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്ന സമയത്ത് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നു. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്ന സമയത്ത് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിമാൻഡിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നില്ല, സീറോ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അത്തരം കേസിൽ E=1, അതായത് ഇലാസ്റ്റിസിറ്റി =0 ആയിരിക്കും, അതായത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഭാഗമാണ്. മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ +2 മുതലേ പഠിച്ചു വരുന്ന ഒരു പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെന്റേജ് മെത്തേഡ് ഉണ്ട് അല്ലെ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ബൈ പി ബൈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന ആ ഒരു മെത്തേഡിൽ നിന്നാണ് പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെന്റേജ് മെത്തേഡ് വരുന്നത്. പോയിന്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയഗ്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ പോയിന്റിൽ ഏറ്റവും മിഡിൽ വരുന്ന സമയത്ത് മിഡ് പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി =1 ആയിരിക്കും, അതിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എന്നുള്ളതും, അതിനെ y ആക്സിസുമായി ടച്ച് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും എന്ന് പറയുന്ന അത്തരത്തിലും ഈ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ അളക്കുന്നത്. അതായത് ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിനെ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് എടുക്കും. അപ്പൊ അതാണ് എന്തിലേക്ക് എത്തുക, പോയിന്റ് ഇലാസ്റ്റിസിറ്റി എത്തുക. മറ്റൊന്ന് പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് ആർക്കിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ആർക്കിൽ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിന്റെ ഇലാസ്റ്റിസിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ആർക്കിലൂടെയാണ് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. മറ്റൊന്ന് മാർഷിൽ തന്നെ ഇവോൾവ് ചെയ്തിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. അത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നതും അത് നമ്മുടെ ടോട്ടൽ, അതായത് ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് അവിടെ പരിഗണിക്കുന്നത്. റവന്യൂ മെത്തേഡ് ഒരുപാട് പ്രാവശ്യം മാത്തമാറ്റിക്കൽ ഭാഗത്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഇലാസ്റ്റിസിറ്റിനെ എന്ത് ചെയ്യാം, AR ഡിവൈഡഡ് ബൈ AR - MR എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഏതെങ്കിലും ഒന്ന് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ AR തരികയാണ് ഇലാസ്റ്റിസിറ്റിയും തരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് MR-ലേക്ക് എത്താൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഏതിൽ കാണാറുണ്ട്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സുമായി കണക്ട് ചെയ്തിട്ടുള്ള മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗത്ത് കാണാറുണ്ട്. ഇനി നമ്മൾ കാണുന്ന ഇലാസ്റ്റിസിറ്റിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത് തന്നെ, ഇറ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് നോർമൽ ഗുഡ് എന്താണ്, ഇൻഫീരിയർ ഗുഡ് എന്താണ്, ലക്ഷൂറിയസ് ഗുഡ് എന്താണ്, നെസസിറ്റി ഗുഡ് എന്താണ്, അത്തരം ക്വസ്റ്റ്യൻസും എന്തിനുണ്ടാവാറുണ്ട്, സാധാരണയായിട്ട് നമ്മൾ പറയുന്ന നെറ്റ് എക്സാമിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ഇലാസ്റ്റിസിറ്റിന്റെ കേസിലും നമ്മൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മെഷേഴ്സ് ഓഫ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്. അതായത് നമ്മൾ പറയുന്ന ക്രോസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിലുള്ള ചേഞ്ചും മറ്റൊരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ചേഞ്ചിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റ്. ഒരാളുടെ ഇൻകവും അയാളുടെ ഡിമാൻഡും തമ്മിലുള്ള എഫക്റ്റ് എന്താണെന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുക, ഇൻകം ഇലാസ്റ്റിസിറ്റിയിൽ പഠിക്കുക. എത്ര ഇലാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഓഫ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അതാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റിയിലും അതേപോലെ തന്നെ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിലും ഒക്കെ പഠിക്കുന്നത്. നെക്സ്റ്റിലേക്ക് പോവാം. അതിനു മുമ്പ് ഇവിടെ നമ്മൾ പറയാൻ, അതായത് ഡിമാൻഡിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ഉണ്ട്, സപ്ലൈ എന്ന് പറയും അല്ലെ. സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ് വരുന്ന കാര്യമാണ്. അപ്പൊ സപ്ലൈയിലും നമ്മൾ പറയാനുള്ള സപ്ലൈ ഡിറ്റർമിനന്റ് ഉണ്ട്, ലോ ഓഫ് സപ്ലൈ ഉണ്ട്, ചേഞ്ചസ് ഇൻ സപ്ലൈ ഉണ്ട്.
അപ്പൊ അത്തരം ടോപ്പിക്കുകളൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടും ഉണ്ട് ആ ഭാഗത്ത്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഡിമാൻഡ് മാത്രമല്ല, ഇലാസ്റ്റിസിറ്റി സപ്ലൈയുടെ കേസിലുണ്ട്. സപ്ലൈ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മുടെ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. എക്കണോമിക്സിലെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് ഡിമാൻഡും സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി മൈക്രോ എക്കണോമിക്സ് തന്നെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതില് തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഡിമാൻഡുമായി ബന്ധപ്പെട്ടുള്ള തിയറീസ്, അതിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡൈവേർഷൻ എന്ന് പറയുന്നത് കാർഡിനലും ഓർഡിനലും തമ്മിലുള്ള ഡൈവേർഷൻ ആണ്. കാർഡിനൽ എന്ന് പറയുന്ന സമയത്ത് മാർഷൽ ആണ് കാർഡിനൽ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഡിനൽ എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഹിക്സ് ആണ്. ഹിക്സ്, അലൻ പോലെയുള്ള ആൾക്കാരാണ് ഈ ഓർഡിനൽ എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അതിന് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ, നമ്മുടെ ആഗ്രഹങ്ങൾക്കുള്ള സാറ്റിസ്ഫാക്ഷന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ വൺ സാറ്റിസ്ഫൈങ് പവർ ആണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് പറയാറുണ്ട്, കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. അതായത് നമ്പർ വൈസ് നമ്മൾ, അല്ലെങ്കിൽ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ യൂട്ടിലിറ്റി അളക്കുകയാണെങ്കിൽ, ഞാനൊരു സാധനം വാങ്ങുന്ന സമയത്ത് എനിക്ക് ഇത്ര എമൗണ്ട് എന്തുണ്ട്, യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് കാർഡിനൽ എന്നും, എന്നാൽ അത് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് അതിന് ഓർഡിനൽ എന്നുമാണ് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ബന്ധാമാണ്, ജെറമി ബന്ധാം എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് അതിനെ ഒരു ഒറിജിനലി യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് തരുന്നത്. എന്നാൽ അതിനെ അതായത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾ ജന്താമാണെങ്കിലും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇക്കണോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജവോൺസ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക എക്കണോമിക്സിൽ, അല്ലെങ്കിൽ മൈക്രോന്റെ ഭാഗത്ത് ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ മാർഷ്യലിൻ അനാലിസിസിലെ പ്രധാനപ്പെട്ട രണ്ട് തിയറീസ് ആണുള്ളത്. ഞാനിങ്ങനെ പെട്ടെന്ന് പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എല്ലാ ടോപ്പിക്കിലേക്കും നിങ്ങളെല്ലാം എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ ചെയ്ത് കേട്ടോ. തിയറീസ് അണ്ടർ മാർഷ്യലിനിയൻ അനാലിസിസ് എന്ന് പറയുന്നതാണ് അടുത്ത് പറയുന്നത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട തിയറീസ് ഉണ്ട്. ഒന്ന് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി, അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്യൂമർ എന്തെങ്കിലും സാധനം കൺസ്യൂം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. എന്നാൽ അതുപോലെ തന്നെ ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഗോസന്റെ സെക്കൻഡ് ലോ ആണ്. അത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ലാസ്റ്റ് റുപ്പീ സ്പെൻഡ് എന്നാണ്. അത് കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താം, അവിടെ നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയത്തിന്റെ കേസാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഇക്വിലിബ്രിയം എത്താം. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എക്സ് ആവുന്ന സമയത്ത്, അതായത് ഒരു സിംഗിൾ കമ്മോഡിറ്റിയുടെ കേസിലാണെങ്കിൽ ഇക്വിലിബ്രിയം കൺസ്യൂമറിനെ അച്ചീവ് ചെയ്യാൻ പറ്റുക മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എക്സ് എന്ന് വരുന്ന സമയത്താണ്. എന്നാൽ സെവറൽ ഗുഡിന്റെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എം is equal to marginal utility of x divided by px equals to marginal utility of y divided by py equals to etc terms. Okay, അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓർഡിനൽ ഓർ ഇക്സിയൻ അനാലിസിസ്, അതായത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ IC എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ് തന്നെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ് തന്നെ ഇക്സിനെ മാത്രം പഠിക്കാൻ, അല്ലെങ്കിൽ ഈ ഓർഡിനൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാൻ തന്നെ വേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട അസംഷൻസ് പറയുന്നത് റാങ്കിന്റെ ബേസിലാണ് യൂട്ടിലിറ്റി വരുന്നത്, റാഷണൽ ആണ് കൺസ്യൂമർ, അതേപോലെ തന്നെ കൺസംഷൻ ഫോർ ഒരു ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇഫ് A is preferred to B, B is preferred to C, then A will be preferred to C എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ട്രാൻസിറ്റിവിറ്റി. അപ്പൊ അത്രയും കാര്യങ്ങളിലൊക്കെയാണ് ഓർഡിനലിന്റെ ഇത് വരുന്നത്. അപ്പൊ തന്നെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇതൊരു ഇൻഡിഫറൻസ് കർവ് ആയിട്ട് IC1 പരിഗണിക്കുകയാണെങ്കിൽ ഈ IC1 കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈയും ഉപയോഗിക്കുന്നത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പോയിന്റുകൾ കൂട്ടി വരയ്ക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പം മുകളിലോട്ട് പോകുന്തോറും ഓരോ ഇൻഡിഫറൻസ് കർവ് മുകളിലോട്ട് പോകുന്തോറും ഇൻഡിഫറൻസ് കർവിലൂടെ സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ച കാര്യമാണ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സമയത്ത്
എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാം. നെക്സ്റ്റ് പോകാനുള്ളത് ബജറ്റ് ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻകം ലെവലിനെ കാണിക്കാനാണ് ബജറ്റ് ലൈൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ബജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, ഇൻകവും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചറും തമ്മിൽ ബാലൻസ് ചെയ്യിക്കാനുള്ള ഒരു പരിപാടിയാണല്ലോ അല്ലെ. അപ്പൊ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിന്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ബജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ആവുന്ന പോയിന്റിലാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം കാണാറുള്ളത്. അതായത് MRS(xy) ഈക്വൽസ് ടു മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് y ഈക്വൽസ് ടു മൈനസ് PX/PY എന്ന് പറയുന്നതാണ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ പറയുന്ന അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നതാണ്. പ്രൈസ് എഫക്റ്റിനെ രണ്ട് രീതിയിൽ ഡീകമ്പോസിഷൻ നടത്തുന്നുണ്ട്. പ്രൈസ് ഇഫക്റ്റിനെ ഇൻകം എഫക്റ്റ് അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന രീതിയിൽ രണ്ടെണ്ണം തരംതിരിക്കുന്നുണ്ട്. പ്രൈസ് എഫക്റ്റ് എന്താണ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ പ്രൈസിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് അത് എത്രയാണ് ആ എഫക്റ്റ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതാണ് പ്രൈസ് എഫക്റ്റ്. എന്നാൽ പ്രൈസ് എഫക്റ്റില് പ്രധാനപ്പെട്ട രണ്ട് എഫക്റ്റുകൾ വരുന്നുണ്ട്. ഒന്ന് ഇൻകം എഫക്റ്റ് ആണ്, രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. നമ്മൾ ഡിമാൻഡിനെ പറയുന്ന സമയത്ത് ഡിമാൻഡിന്റെ റീസൺസ് അല്ലെങ്കിൽ ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ അത് നമ്മൾ പറയാറുണ്ട് ലോ ഓഫ് ഡിമാൻഡിന്റെ റീസൺ ആയിട്ട് ഇൻകം എഫക്റ്റിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെയും ഈ രണ്ടിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വി ഹാവ് എൻ ഇൻകം കൺസംഷൻ കർവ് വിച്ച് ഷോസ് ദ ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം വിത്ത് ചേഞ്ചസ് ഇൻ ഇൻകം. ഇൻകത്തിലുള്ള ചേഞ്ച് കൊണ്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുന്നത്. അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ കൺസംഷൻ ഓഫ് കമ്മോഡിറ്റീസ് വെൻ ദ റിലേറ്റീവ് പ്രൈസ് ചേഞ്ചസ്. എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ എക്സിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് വൈയിലെ കമ്മോഡിറ്റിയിലെ വൈയുടെ എന്താ പറയാ ക്വാണ്ടിറ്റിയിലേക്ക് എത്ര മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ ഡിമാൻഡിലേക്ക് എത്ര മാറ്റം വരുത്തുന്നു. അടുത്ത് നമ്മൾ പറയാനുള്ളത് റിവീൽഡ് പ്രിഫറൻസ് തിയറി ആണ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1938 സാമുവൽസൺ ആണ്. അതൊരു ഓർഡിനൽ റാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്ട്രോങ് ഓർഡറിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി വരുന്നത്. എന്നാൽ നമ്മൾ പറയുന്ന ഇക്സിന്റെ തിയറി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വീക്ക് ഓർഡറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് കേട്ടോ. വോയിസ് ഇപ്പോഴും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? വോയിസ് ഇപ്പൊ ക്ലിയർ അല്ലേ? ഇതിൽ വിഷയം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഫണ്ടമെന്റൽ തിയറി ഓഫ് കൺസംഷൻ എന്താണ്, അതായത് ഒരു സാമുവൽസൺ എന്നുള്ള തിയറി ആണ്. ഇത് പറയുന്നത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി വിൽ ബി നെഗറ്റീവ്ലി റിലേറ്റഡ് ഇഫ് വി ഹാവ് പോസിറ്റീവ് ഇൻകം എഫക്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് റിയൽ ഇൻകം ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് level of satisfaction. In case of revealed preference, real income is used in the sense of purchasing power ട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിഫറൻസ് കർവിന്റെ കേസിൽ നമ്മള് ഒരു റിയൽ ഇൻകം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അടിസ്ഥാനത്തിലാണ് ഇൻഡിഫറൻസ് കർവിന് നമ്മൾ പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, രണ്ട് കമ്മോഡിറ്റികൾ തമ്മിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കമ്മോഡിറ്റിയിലെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഇൻഡിഫറൻസ് കർവ് പറയുന്നത്. എന്നാൽ ഇൻ കേസ് ഓഫ് റിവീൽഡ് പ്രിഫറൻസ് അവിടെ എന്താണ്, പർച്ചേസിംഗ് പവറിന്റെ അടിസ്ഥാനത്തിലാണ് റിയൽ ഇൻകത്തിനെ അവിടെ ഫേസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ തിയറം ഓഫ് കൺസംഷൻ ബൈ സാമുവൽസ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ഏരിയകൾ ഇപ്പോഴും എന്തിലുണ്ട്, നമ്മൾ ഈ പറയുന്ന ഡിമാൻഡ് അനാലിസിസിലുണ്ട്. അതും ഡിമാൻഡ് അനാലിസിസിൽ കുറച്ചും കൂടി എക്സ്റ്റൻഷൻസ് പുതിയതായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലേക്കാണ് ഇനി അവിടെ ടോപ്പിക്കിലേക്ക് പോകുന്നത്. അതിൽ ഇക്സ് ലോജിക്കൽ ഓർഡറിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇക്സിന്റെ ലോജിക്കൽ ഓർഡറിംഗ് ഇത് എന്താ പറയുക, അതായത് നമ്മുടെ റിവിഷൻ ഓഫ് ഡിമാൻഡ് തിയറി എന്ന് പറയുന്ന ഒരു ബുക്ക് 1956 അദ്ദേഹത്തിന്റെ വർക്കിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാമുവൽസിന്റെ വർക്കും അതുപോലെ എക്കണോമെട്രിക്സിന്റെ ഒക്കെ യൂസേജ് ഒരു ലോജിക്കൽ ഓർഡറിംഗിന്റെ ബേസിൽ ഹിക്സ് എന്താ പറയുക കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹിക്സ് പറയുന്നത് ഒരു വീക്ക് ഓർഡറിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇൻഡിഫറൻസ് കർവിൽ ആരും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീക്ക് ഓർഡറിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് ഓർഡറിംഗ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രിഫറൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന സമയത്ത് ആ ഡിമാൻഡ് കർവിൽ ABC എന്ന് പറയുന്ന 3 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 3 പോയിന്റുകളിൽ A എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ
ആ പോയിന്റിൽ നിന്ന് പിന്നെ നമ്മൾ നമ്മുടെ പ്രിഫറൻസ് മാറില്ല എന്നുള്ളതാണ് റിവീൽഡ് പ്രിഫറൻസ്. അത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മൾ പറയുന്ന മറ്റ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് പോലെയുള്ള കാര്യമാണെങ്കിൽ ഇൻഡിഫറൻസ് കർവില് ആ കർവിനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയിന്റ് വന്നു കഴിഞ്ഞാലും ഏത് സ്ഥലത്താണെങ്കിലും കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ റിവീൽഡ് പ്രിഫറൻസ് ആണ് ഒന്നും കൂടി ആക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഒരു കൾച്ചർ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെരുമാറ്റം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, നമ്മൾ ഒരു പ്രിഫറൻസ് നമുക്ക് ഉണ്ടെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ടേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ ആ ഒരു കൺസംഷനിൽ നിന്ന് നമ്മൾ മാറാൻ ശ്രദ്ധിക്കില്ല. അപ്പൊ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഓർഡേർഡ് ആണ്, അവിടെ നമുക്കൊരു മാറ്റമില്ല. എന്നാൽ വീക്ക്ലി ഓർഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡിഫറൻസ് കർവിന്റെ കേസിൽ നമുക്ക് ഏത് ലൈനിലേക്കും അല്ലെങ്കിൽ ഏത് പോയിന്റിലേക്കും മാറാം എന്നുള്ളതാണ് ഇക്സിന്റെ ലോജിക്കൽ ഓർഡറിംഗിന്റെയും ബേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന കൺസ്യൂമറുടെ ബിഹേവിയർ അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന കാര്യം, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ന്യൂമാൻ മോർഗൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ്, രണ്ടാൾക്കാരുടെ തിയറിയാണ് NM യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ന്യൂമാൻ അതേപോലെ തന്നെ മോർഗൻസ്റ്റൺ ഇവർ രണ്ടുപേരും പറയുന്നത് കൺസിഡർ ദ റോൾ ഓഫ് ബോത്ത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്നാൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഡിഫറൻസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. അതിൽ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ഓഫ് എ ലോട്ടറി ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിംഗ് ദ വെയ്റ്റഡ് സം ഓഫ് ദ യൂട്ടിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഔട്ട്കംസ് വിത്ത് പ്രോബബിലിറ്റീസ് ആക്ടിങ് ആസ് വെയ്റ്റ്സ്. ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ആര് പറയുന്നത്? NM യൂട്ടിലിറ്റി ഇൻഡെക്സിൽ പറയുന്നത് എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ഓഫ് എ ലോട്ടറി can be calculated using the weighted sum of the utilities associated with the outcomes with probabilities acting as weights. തന്നിട്ടുണ്ട് എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ഓഫ് L എന്ന് പറയുന്നത് P1 അതായത് പ്രോബബിലിറ്റി ഓഫ് 1 ഫസ്റ്റ് വൺ UA പ്ലസ് 1 മൈനസ് P1 U യൂട്ടിലിറ്റി ഓഫ് B. ഈ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്ന യൂട്ടിലിറ്റി ഇവിടെ കണക്കാക്കാറുള്ളത്. ഇവിടെ രണ്ട് രീതിയിലുള്ള റിസ്ക് അവേഴ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ റിസ്ക് അൺസർട്ടനിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ മൈക്രോ എക്കണോമിക്സിൽ തന്നെ റിസ്ക്കും അൺസർട്ടനിറ്റിയും നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ റിസ്ക് ലവറുടെ കേസും റിസ്ക് അവേർട്ടറുടെ കേസും റിസ്ക് ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളുടെ കേസ്, ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം രണ്ട് തരത്തിലുള്ള മെഷറും അതിലെന്തുണ്ട്, റിസ്ക് അവേർഷനുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള മെഷറും ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അബ്സല്യൂട്ട് മെഷർ ആണ്, രണ്ടാമത്തത് റിലേറ്റീവ് മെഷർ ആണ്. അപ്പം അതൊക്കെ ഇവിടെ ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. അത് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പ്രൊഡക്ഷൻ തിയറിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് നമ്മൾ പറയുന്നത്. അതായത് Q ഇസ് ദ ഫംഗ്ഷൻ ഓഫ് LNK, ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതിൽ തന്നെ പ്രൊഡക്ഷൻ തിയറിയിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഉള്ളത്, ഒന്ന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്, രണ്ടാമത്തത് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എന്നാൽ ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മള് ഈ ഒരു ഇവിടെ താഴെ കൊടുത്തുള്ള ഡയഗ്രാം വെച്ചിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, ഈ ഡയഗ്രാം ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രി ടൈമിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. TP, MP അതേപോലെ തന്നെ AP തമ്മിലുള്ള റിലേഷൻ അല്ലെ. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഇൻക്രീസിംഗ് ആയിട്ടുള്ള TP-നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ MP-യും AP-യും എല്ലാം ഇൻക്രീസിംഗ് ആണ്. എന്നാൽ AP-യുടെ മാക്സിമം ആണ് സ്റ്റേജ് 1-ൽ അവസാനിക്കുന്നത്. പിന്നെ AP അതായത് ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ TP മാക്സിമം ആവുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ടോട്ടൽ പ്രൊഡക്റ്റ് താഴേക്ക് വരും, അല്ലെങ്കിൽ ഡിക്രീസ് ആവുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും 0-ൽ ടച്ച് ചെയ്യില്ല. ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോളജ് ആയിട്ട് എപ്പോഴും കയ്യിൽ വെക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിഫറൻസിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ടോപ്പിക്കാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈക്വൽ പ്രൊഡക്റ്റ് കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസോ പ്രൊഡക്റ്റ് കർവ് എന്ന് പറയുന്നത്. അതിൽ MRTS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി നിങ്ങൾ അറിയണം. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ നമ്മൾ MRS എന്നും, എന്നാൽ ഐസോകോണ്ടിന്റെ സ്ലോപ്പിനെ നമ്മൾ MRTS എന്നുമാണ് പറയാറുള്ളത്. അതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത്.
അത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ലീനിയർലി ഹോമോജനസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ലീനിയർലി ഹോമോജനസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ Q is equal to function of labor and capital എന്ന് എടുക്കാം. അപ്പൊ if you multiply the production function with a constant Q, അതായത് M എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നു. ആ കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്ന സമയത്ത് Q is equal to function of രണ്ടിലും ഫംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കുക. M എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ML, MK. എന്നാൽ ടേക്കിംഗ് M to be common, M നെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. Q is equal to M function of LK. എന്നിട്ട് ഇതിനെ Q എന്ന് പറയുന്ന സമയത്ത് Q ഈക്വൽസ് ടു M ഇൻറ്റു Q എന്ന് വരും. നമുക്കറിയാം ഇക്വേഷൻ ഇത് ലീനിയർലി ഹോമോജനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആവുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ലീനിയർ റിലേഷൻ അല്ലെങ്കിൽ ലീനിയർ റിലേഷൻ എന്താണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ നമ്മളെ സഹായിക്കുന്നത്. എനിത്തിങ് റൈസ് ടു ദ പവർ M ഗിവ്സ് us the degree of homogeneity. എമ്മിന്റെ മുകളിലേക്ക് വരുന്ന ഏത് പവർ നമ്മൾ എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? ഡിഗ്രി ഓഫ് ഹോമോജനിറ്റിനെ നമ്മൾ കാണിക്കാൻ പറ്റും. പിന്നെ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ അതിൽ ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് യൂളേഴ്സ് തിയറം എന്ന് പറയുന്നതാണ്. ഇറ്റ് സാറ്റിസ്ഫൈസ് യൂളേഴ്സ് തിയറം എന്ന് പറയുന്നുണ്ട്. അതായത് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷന്റെ പ്രോപ്പർട്ടി പഠിക്കുന്ന സമയത്ത് യൂളേഴ്സ് തിയറത്തിനെ കുറിച്ച് പറയും. ഇഫ് ദ ഫാക്ടേഴ്സ് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ദെയർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അതായത് ലാബർ ക്യാപിറ്റലൊക്കെ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അടിസ്ഥാനത്തിലാണ് പേ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ then ultimately the total output will be exhausted. നമ്മളുടെ ഇക്വേഷൻ ഒക്കെ നമ്മൾ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് ഇറ്റ് ഹോൾഡ്സ് ട്രൂ ഇൻ ലീനിയർലി ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. യൂളേഴ്സ് തിയറം വിൽ ബി ഹോൾഡ് ട്രൂ ഇൻ ലീനിയർലി ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് MPL into L plus MPK into K is equal to Q. അതായത് നമ്മൾ പറയുന്ന ഔട്ട്പുട്ട്, ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? എക്സ്ഹോസ്റ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സിനെല്ലാം, അല്ലെങ്കിൽ ഫാക്ടേഴ്സിന് നമ്മൾ ലേബറിന് എന്ത് കൊടുക്കുന്നുണ്ട്? വേജ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഈ നമ്മൾ പറയുന്ന ഈ ഫാക്ടേഴ്സിനെല്ലാം മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ ഔട്ട്പുട്ട് എക്സ്ഹോസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ടെക്നിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള ടെക്നിക്കൽ ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം ഹിഗ്സ് ആണ് ഈ ടെക്നിക്കൽ ചേഞ്ച് ഏറ്റവും കൂടുതൽ എന്താ പറയാ ന്യൂട്രൽ ടെക്നിക്കൽ ചേഞ്ച്, അതുപോലെ ലേബർ സേവിംഗ് ടെക്നിക്കൽ ചേഞ്ച് എന്നുള്ളതും അതുപോലെ തന്നെ ക്യാപിറ്റൽ സേവിംഗ് ടെക്നിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ന്യൂട്രൽ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ടെക്നിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്ന് ഹിഗ്സ് പ്രധാനമായിട്ടും ഹിഗ്സിന്റെ ഈ ന്യൂട്രൽ ടെക്നിക്കൽ ചേഞ്ച്, അതേപോലെ തന്നെ ലേബർ സേവിംഗ് ആയിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ച്. അതായത് ലേബർ സേവിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലേബറിനെ സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ബയാസ്ഡ് ആണെന്നാണ് അർത്ഥം. അപ്പൊ തന്നെ ക്യാപിറ്റൽ സേവിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ എന്താണ്? ലേബർ ബയാസ്ഡ് ആണെന്ന് അർത്ഥം. അതായത് ലേബറിനെ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് അതായത് ക്യാപിറ്റൽ സേവിംഗ് ആവുന്നത്. അതേപോലെ ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് ലേബർ സേവിംഗ് ആവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി വെക്കുകയാണ് ഈ ടെക്നോളജിക്കൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കഴിയും. അടുത്ത പോകുന്നത് റിട്ടേൺസ് ടു സ്കെയിലിലേക്കാണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഈ റിട്ടേൺസ് ടു സ്കെയിലില് നമ്മൾ 3 രീതിയിലുള്ള റിട്ടേൺസ് ടു സ്കെയിൽ പറയും. നേരത്തെ നമ്മൾ CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ടു 1 വരുന്ന സമയത്ത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വരുന്ന സമയത്ത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അതുപോലെ തന്നെ ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 വരുന്ന സമയത്ത് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഈ ഒരു കണക്ഷൻസ് തന്നെ ഈ ഒരു തിയറി വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഡയഗ്രാം വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ റിട്ടേൺസ് ടു സ്കെയിൽ ക്ലിയർ ആവും. അതായത് നമ്മൾ പറയുന്ന ഒരു സ്റ്റേജിൽ ഇൻപുട്ട് 100% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 200% ആയിട്ട് ഇൻക്രീസ് വരികയാണെങ്കിൽ അവിടെ എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് അവിടെ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണെന്ന് പറയാൻ പറ്റും. എന്നാൽ ഇൻപുട്ടിലുള്ള ചേഞ്ചും ഔട്ട്പുട്ടിലുള്ള ചേഞ്ചും ഈക്വൽ ആണെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണുള്ളത്. അതുകൊണ്ടാണ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് വരുന്നത്. എന്നാൽ ഡിക്രീസ് റിട്ടേൺ ടു സ്കെയിൽ എപ്പോഴാണ് വരുന്നത്? ഇൻപുട്ടിലുള്ള ചേഞ്ചിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. അത് നമുക്ക് ഈ ഡയഗ്രാം വെച്ചിട്ടും നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയാനുള്ളത് PPC കർവ് അല്ലെങ്കിൽ PPF എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഗിവൺ ദ ടെക്നോളജി ഓർ ലെവൽ ഓഫ് റിസോഴ്സസ്. അതുപോലെ തന്നെ ഐസോ റവന്യൂ ലൈൻ ഉണ്ട്. ഇറ്റ് ഇസ് എ ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ജനറേറ്റ് ഈക്വൽ റവന്യൂ. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ എന്തെന്ന് പറയാ? നമ്മൾ പറയുന്ന ഒരു പ്രൊഡക്ഷന്റെ കേസിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക MRPTXY, മാർജിനൽ റേറ്റ് ഓഫ്
പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഈസ് ഈക്വൽ ടു MCX ഡിവൈഡഡ് ബൈ MCY ഈസ് ഈക്വൽ ടു PX ബൈ PY. ഇതേപോലെ ഇക്വേഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാല് എക്സാമിന് ഇപ്പോ ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 5ഓ 6ഓ ക്വസ്റ്റ്യൻ എങ്കിലും ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് ചിലപ്പം നമ്മൾ പറയുന്ന മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ കറക്റ്റ്ലി മാച്ച്ഡ് ഏതാന്നൊക്കെ ചോദിച്ചുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അത്തരം ഇമ്പോർട്ടൻസുകൾ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തിലേക്ക് പോവുക, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക കേട്ടോ. അടുത്ത പറയാനുള്ളത് തിയറി ഓഫ് കോസ്റ്റ് ആണ്. ആ തിയറി ഓഫ് കോസ്റ്റിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റുകൾ, ടൈപ്പ് ഓഫ് കോസ്റ്റ്, അതുപോലെ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഉള്ള കോസ്റ്റുകൾ, ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ഇക്കണോമിക് കോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ. അതായത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിനെ നമ്മൾ അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഇത്തരം കോസ്റ്റുകൾ ആർ ഔട്ട് ഓഫ് ദ ഫേംസ് ഓർ കോസ്റ്റ് ഓഫ് ഹയറിംഗ് എ ഫാക്ടറി പ്രൊഡക്ഷൻ എന്നൊക്കെയാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കോസ്റ്റ്. എന്നാൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയും. ദീസ് ആർ ദ പ്രൈസസ് ഓഫ് ഓൺഡ് സർവീസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ആവറേജ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കോസ്റ്റ്, വിത്തിൻ ദാറ്റ് വേർഡ് അതിന്റെ അർത്ഥവും അതുപോലെ ഡെഫിനിഷനും ഉണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ പഠനത്തിനെയും കൊണ്ടുപോവുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് കാര്യം പഠിക്കുമ്പോഴും നമ്മളുടെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യം പഠിക്കുകയാണെങ്കിലും കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഈ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റിനെയും ഇംപ്ലിസിറ്റിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയാം. ഒരുപാട് കോസ്റ്റുകൾ പറയാനുണ്ട് കേട്ടോ. ആവറേജ് കോസ്റ്റ് കർവ് പറയാനുണ്ട്, മാർജിനൽ കോസ്റ്റ് പറയാനുണ്ട്, ലോങ് റണ്ണിലുള്ള കോസ്റ്റുകൾ പറയാനുണ്ട്, ഷോർട്ട് റണ്ണിലുള്ള കോസ്റ്റ് പറയാനുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോസർ ഷേപ്ഡ് ആയിട്ടുള്ള ലോങ് റൺ ആവറേജ് കോസ്റ്റുകൾ പോലെയുള്ള കാര്യങ്ങളും പറയാനുണ്ട്. അപ്പം മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്, ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് രണ്ടും വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം ലോങ് റൺ പോലെയുള്ള ഭാഗത്തേക്ക്, കാരണം അതിന്റെ ഷേപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. AFCയുടെ ഷേപ്പ് എന്താണ്, MC-യുടെ ഷേപ്പ് എന്താണ് ചോദിക്കാറുണ്ട്. AFC എന്ന് പറയുന്നത് എന്ത് ഷേപ്പാന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. AFC എന്ന് പറയുന്നത് റെക്ടാംഗുലർ ഹൈപ്പർബോളയാണെന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ പ്ലാനിങ് കർവ് എന്ന് കൂടി വിളിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് സോസർ ഷേപ്പ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന് വന്നത്? കാരണം അവിടെ റിസർവ് കപ്പാസിറ്റി ഉണ്ട്. കാരണം ഇപ്പോ ഉള്ള ഫേമുകളെല്ലാം ചെയ്യാറുള്ളത് അവരുടെ പ്രൊഡക്ഷനെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കില്ല. അപ്പൊ അവര് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഒരു നോർമൽ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്തിലേക്ക് എത്തിക്കുന്നത്, ഒരു റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജിനാണ് കൊണ്ടുവരുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് റിസർവ് കപ്പാസിറ്റി ഓഫ് ദ ഫേം, ഇതിനാണ് എന്തെന്ന് പറയുക ഒറിസോണ്ടൽ, അതായത് ആവറേജ് കോസ്റ്റ് കർവിന്റെ ഒറിസോണ്ടൽ പോർഷൻ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആവറേജ് കോസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും താഴേക്ക് വരുന്ന ഈ ഒറിസോണ്ടൽ പോർഷനെയാണ് എന്തെന്ന് പറയാ, നമ്മൾ പറയുന്ന റിസർവ് കപ്പാസിറ്റി എന്ന് പറയാം. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അല്ലെ, സോസർ ഷേപ്പിലാണ് നമ്മൾ പറയുന്ന മോഡേൺ തിയറിയിലുള്ളത്. അപ്പൊ ഈ സെൻട്രലിലുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ റിസർവ് കപ്പാസിറ്റി വെച്ചിട്ടാണ് അവര് ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യുക, അവരുടെ പ്ലാനുകളൊക്കെ ചെയ്യുക. അപ്പം എൽ ഷേപ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അതിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ലേണിംഗ് കർവ് നമ്മൾ ഓൾറെഡി പ്രാവശ്യം ക്വസ്റ്റ്യനിൽ വന്നത് പറഞ്ഞു. കെന്നത്ത് ആരോ അതേപോലെ തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ലേണിംഗ് കർവിനെ ആര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആരോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട്. ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിക്കുക എന്നുള്ളത് കേട്ടോ. അടുത്തത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ടൈപ്സ് ഓഫ് മാർക്കറ്റ് നമുക്കറിയാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിൽ പറയാനുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നൊരു കാര്യമാണ് എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമിനേഷൻ ഉള്ളത്, എങ്ങനെയാണ് മൊണോപ്പൊളിയിൽ നമ്മുടെ ഈ പ്രൈസും പോലെയുള്ള പ്രൈസ് ക്വാണ്ടിറ്റി പോലെയുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഇതിലെല്ലാം കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അതിനെ കണക്ട് ചെയ്തിട്ട് മാത്രം പഠിക്കുക. എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏതൊരു ക്വസ്റ്റ്യന് വരികയാണെങ്കിലും ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് എന്ത് കിട്ടും, ഒരു അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്, ഇതുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്നുള്ളൊരു തോന്നലെങ്കിലും വരും. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ MR ഈക്വൽസ് ടു AR ഈക്വൽ ടു പ്രൈസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ രണ്ട് കണ്ടീഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഒന്ന് MC must be equal to marginal revenue, MC is equal to MR and MC should cut MR from below. These are the two conditions for short run equilibrium.
അതുപോലെ ഷോർട്ട് റണ്ണിൽ 3 പോസിബിലിറ്റി ഉണ്ട്. സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ വരാം, നോർമൽ പ്രോഫിറ്റ് കണ്ടീഷൻ വരാം, ലോസിന്റെ കണ്ടീഷൻ വരാം. ഈ 3 കേസ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ ആണ് പറഞ്ഞത്. MC/MR, MC-യുടെ അടി ആറിന്റെ MR AR എന്ന് പറയുന്ന ഈ ഒരു ലൈനിന്റെ MR = AR = P ആണല്ലോ ഷോർട്ട് റണ്ണില്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിന്റെ അടിയിലൂടെയാണ് AC പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ വരുന്നത്, അതായത് പ്രോഫിറ്റ് ഈക്വൽസ് ടു ലോസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് AC ഈ MR-ന്റെ AC-ന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ പിന്നെ ലോസസിന്റെ കേസിൽ വരുന്ന സമയത്ത് ഈ MR കർവിന്റെ മുകളിൽ വരുന്ന സമയത്ത്, AC കർവ് വരുന്ന സമയത്താണ് അവിടെ ലോസ് നമുക്ക് കാണിക്കാൻ പറ്റുക. ആ ഡയഗ്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. AC-യും AR-ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടാൽ മതി. AC AR തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്തിലേക്ക് എത്തും? ആ ഒരു സംഭവം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് occur when AR is greater than AC. Normal profit occur when AR is equal to AC. Losses occur when AR less than AC. ഓക്കെ, ലോങ് റണ്ണിൽ വരുന്ന സമയത്ത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ അവര് എപ്പോഴും നോർമൽ പ്രോഫിറ്റ് ആണ് കളക്ട് ചെയ്യാൻ പറ്റുക. പ്രൈസ് ഈക്വൽസ് ടു AR = MR = LMC LAC, അതായത് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എല്ലാം ഈക്വൽ ആയിരിക്കും ലോങ് റണ്ണിൽ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന കൺസ്യൂമർ സർപ്ലസ് അതേപോലെ തന്നെ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്ന 2 ആശയങ്ങൾ കൂടി പറയാം. ഞാനിവിടെ മൊണോപ്പൊളിയുടെ കേസ് പറയാനുണ്ട്, ഒളിഗോപ്പൊളിയുടെ കേസ് പറയാനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത്. അതുകൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ലോങ് റണ്ണിൽ വരുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ ആണുള്ളത്. അപ്പം കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് പ്രൈസ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പേ ലെസ് ദാൻ വാട്ട് ദേ ആക്ച്വലി പേ. നമുക്കറിയാം ആക്ച്വലി എന്താണ് പേ ചെയ്യുന്നത് എന്നുള്ളതും എന്താണ് അദ്ദേഹം ഇപ്പൊ ഒരാൾ വാങ്ങാൻ എത്രയാണ്, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് അയാൾ എത്ര കൊടുക്കാൻ തയ്യാറാണ്, അതേപോലെ തന്നെ എത്ര ശരിക്കും അയാൾ പേ ചെയ്തു, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്ന സമയത്തോ മാർക്കറ്റ് പ്രൈസ് അറ്റ് വിച്ച് സെല്ലേഴ്സ് സെൽ മിനിമം പ്രൈസ് ദേ ആർ വില്ലിംഗ് ടു സെൽ. അവർക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ച് പ്രൈസിൽ അവരെന്ത് ചെയ്യാണ് വിൽക്കുന്ന ഒരു അവസാനം വരുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസറിന്റെ സർപ്ലസ്. ഇത് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം വെച്ച് മാത്രമല്ല എന്ത് വരുന്നത്, നമ്മൾ ഈ പറയുന്ന കൺസ്യൂമർ സർപ്ലസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. കൺസ്യൂമർ സർപ്ലസ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സർപ്ലസ് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ കൂടി ചോദിച്ച ചോദ്യങ്ങളാണ്. കൺസ്യൂമർ സർപ്ലസിന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യുന്ന രീതിയാണ് കൺസ്യൂമർ സർപ്ലസിനും പ്രൊഡ്യൂസർ സർപ്ലസിനും ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസിനെ ഒക്കെ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് മാർഷലീനിയൻ അനാലിസിസിലാണ് പറയാം. എന്നാൽ ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ടാണ് എന്തിൽ പറയാ, നമ്മൾ പറയുന്ന ഇക്സിന്റെ അനാലിസിസിൽ പറയാം. ആ 2 മെത്തേഡ് നമ്മൾ പഠിക്കണം. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത് പ്രൈസ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അറിയാം, ഈ തേർഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ നിന്നാണ് എന്ത് വരുന്നത്, ഡംപിംഗ് എന്ന് പറയുന്ന ആശയം വരുന്നത് അല്ലെ. ഡിഫറെന്റ് മാർക്കറ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസ് ചുമത്തുന്ന രീതിയാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ആ ഡംപിങ്ങിനെ കുറിച്ച് നമ്മൾ ഇന്റർനാഷണൽ എക്കണോമിക്സിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡംപിങ്ങിന് there are 3 different types of dumping എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ വേറെ രീതിയിൽ നമ്മൾ പറയും. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറയുന്ന സമയത്ത് മാർജിനൽ റവന്യൂ കർവ് ആൾസോ ബിക്കംസ് ദി ഡിമാൻഡ് കർവ്. മാർജിനൽ റവന്യൂ ഈക്വൽസ് ടു പ്രൈസ് ഈച്ച് കൺസ്യൂമർ ഇസ് ചാർജ് വിത്ത് റെസ്പെക്റ്റീവ് റിസർവേഷൻ പ്രൈസ്. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് സ്ട്രാറ്റജി. അതാണ് ഈ ഫസ്റ്റ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് എന്ന് പറയുന്നത്, വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കൊണ്ടു, ആ ഒരു അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ഡിഗ്രി വരാറുള്ളത്. സെക്കൻഡ് ഡിഗ്രി ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു particular section of goods can be divided into different parts. Goods included are either recorded or billed or meted. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ തേർഡ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. കാരണം അതിൽ നിന്നാണ് നമ്മൾ പറയുന്ന ഡംപിംഗ് എന്ന് പറയുന്ന ആശയം വരുന്നത് അല്ലെ. ഡംപിംഗ് നിങ്ങൾക്ക് എന്നറിയാം. ഡംപിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ ലോ പ്രൈസിലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഹൈ പ്രൈസിലും എന്തെങ്കിലും സാധനം വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെല് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിനെയാണ് നമ്മൾ പറയുന്ന ഡംപിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് പറയുന്നത് ഇന്റർ ടെമ്പറൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെ ഇതുപോലുള്ള കൺസെപ്റ്റുകളൊക്കെ ജസ്റ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ ഇന്റർ ടെമ്പറൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പീക്ക് ലോഡ് പ്രൈസിങ്, ഇതൊക്കെ വളരെ റെയർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും കുറച്ച് കൺസെപ്റ്റിലെ ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റർ ടെമ്പറൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. നിങ്ങൾ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. കാരണം മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു PPT-യിൽ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ മാത്രം ആശ്രയിക്കാതെ നിങ്ങൾ മാക്സിമത്തിൽ എന്ത് ചെയ്യുക, ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ടോപ്പിക്കുകൾ, ഈവൻ നിങ്ങളുടെ PG ടൈമിൽ നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള കാര്യം കൂടിയാണ് നെറ്റ് അല്ലെങ്കിൽ JRF എന്നൊക്കെ പറയുന്നത്. കാരണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഞാനും. അപ്പൊ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, പഠനം കഴിഞ്ഞവരുണ്ടാവും, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞവർക്ക് കിട്ടൂല എന്നല്ല ഞാൻ പറയുന്നത്, പഠനം കഴിഞ്ഞവർക്കും കിട്ടും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ പഠിക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി ആ ട്രാക്കിലാണുള്ളത്. അപ്പൊ അവർക്ക് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ളവരെ കൂടി അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ ഇതിൽ പറയാനുള്ള പീക്ക് ലോഡ് പ്രൈസിങ്, ചാർജ് ഹൈ പ്രൈസ് അറ്റ് പീക്ക് ടൈംസ് ബിക്കോസ് കപ്പാസിറ്റി കൺസ്ട്രെയിൻഡ് കോസ്റ്റ്. അതായത് പീക്ക് ടൈമിൽ വരുന്ന സമയത്ത്, ബൂം പീരീഡ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതൽ പ്രൈസിങ് ഉണ്ടാക്കുക. ആ രീതിയാണ് പീക്ക് ലോഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. മൊണോപ്പൊളി പവർ മെഷർ ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അതിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉപയോഗിച്ചുള്ള മെത്തേഡ് ഉണ്ട്, ലേണേഴ്സിന്റെ മെഷർ ഉണ്ട്. ഒരുപാട് പ്രാവശ്യം നെറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ തന്നെ ഒരു 3-4 പ്രാവശ്യം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ലേണേഴ്സിന്റെ മെഷർ. P-MC ഓർ MC/P എന്ന് പറയുന്നത്, അല്ലെങ്കിൽ P-MR/P ഓർ 1 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ലേണേഴ്സിന്റെ മെഷർ കാണാറുണ്ട്. ലേണർ എന്ന് പറയുന്ന ആളുടേത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ മൊണോപ്പൊളി പവർ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല വേറെയും ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഇർഫിൻഡാലിന്റെ മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ കൂടി നമ്മൾ ഈ പറയുന്ന മൊണോപ്പൊളി പവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഞാൻ ആ ടോപ്പിക്കിൽ നിന്ന് മാറി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സസ് കപ്പാസിറ്റിനൊക്കെ ഉപയോഗിക്കാറുള്ളത്. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും മൊണോപ്പൊളിയുടെയും ഒരു എന്താ പറയാ, രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള സംഭവം. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്, എന്നാൽ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് ആണ് അവിടെ വിൽക്കുന്നത്. അത്തരം സ്ഥലങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും പരിഗണിക്കാറുള്ളത്. അത്തരം മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് എക്സസ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത്. ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എക്സസ് കപ്പാസിറ്റിയും റിസർവ് കപ്പാസിറ്റിയും രണ്ട് കൺസെപ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. extent to which long run output is falling short of ideal output is called excess capacity. Long run output ശരിക്കും ഐഡിയൽ ആയിട്ട് വരുന്നതിനേക്കാൾ കുറവ് വരികയാണെങ്കിൽ അതിനെയാണ് എക്സസ് കപ്പാസിറ്റി. ആ തമ്മിലുള്ള ഗ്യാപ്പാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. There is always an excess capacity in case of monopolistic competition due to downward sloping demand curve. Greater the elasticity of demand curve, lesser will be the excess capacity. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റ് ആവുന്ന സമയത്ത് എന്തുണ്ടാവും, എക്സസ് കപ്പാസിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ എക്സസ് കപ്പാസിറ്റിയുടെ കാരണങ്ങളായിട്ട് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവും പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനും എൻട്രി ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് ഫേംസും ആണ്. നമുക്ക് പോകാനുള്ളത് കൊളൂസീവ് ഒളിഗോപ്പൊളിയിലേക്കാണ്. ഈ കൊളൂസീവ് ഒളിഗോപ്പൊളിയുടെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമുള്ളത് കാർട്ടലും പ്രൈസ് ലീഡർഷിപ്പുമാണ്. കാർട്ടലിനെ നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത് നമ്മൾ പറയുന്നത് ഒപെക് ആണ്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. ഒപെക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നതും. കൊളൂസീവ് ആയിട്ടുള്ള ഒളിഗോപ്പൊളി എന്ന് പറയുന്ന സമയത്ത് ഡിഫറെന്റ് പാർട്ടീസ് തമ്മിൽ എന്തുണ്ടാവുന്നു, എഗ്രിമെന്റിലൂടെ ഒളിഗോപ്പൊളി നടത്തുന്നു. ഒളിഗോപ്പൊളി എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂ സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റ് ആണ്. അപ്പം അവർ തമ്മിൽ കോപ്പറേഷൻ ഉണ്ടാവുന്നത് കൊളൂസീവിലാണ്. എന്നാൽ കോപ്പറേഷൻ ഇല്ലാത്ത കേസാണ് നോൺ കൊളൂസീവ് വരിക. നമുക്ക് അടുത്തായിട്ട് പറയാനുണ്ട്. അപ്പൊ കോപ്പറേഷൻ ഉണ്ടാവുന്ന രണ്ട് കേസ് ഉണ്ട്, കാർട്ടൽ ഉണ്ട്, പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ട്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ പ്രൈസ് ലീഡർഷിപ്പ് വന്നിരുന്നു ഫാനർ എന്ന് പറയുന്ന ആളുടെ പേരിൽ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തയിലേക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്, ഡൊമൈൻ പ്രൈസ് ലീഡർഷിപ്പ്, ലോ കോസ്റ്റ് ഫേം എന്ന് പോലുള്ള ടോപ്പിക് കൂടി ഇതിലുണ്ട്. നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളിയിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കുർനോട്ട് മോഡലുമായി ബന്ധപ്പെട്ട്. കുർനോട്ട് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ക്വാണ്ടിറ്റി റിജിഡിറ്റി ആണ് അവരുടെ ഏറ്റവും വലിയൊരു അസംഷൻ ആയിട്ട് പറയുന്നത്.
നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അസംഷൻസ് പഠിക്കും. ഈ അസംഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരുപാട് അസംഷൻസ്, ഇപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു, മറ്റേ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ മാത്രം അസംഷൻ ആയിട്ട് വരാവുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അസംഷൻസ് മാത്രം പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പം കുർനോട്ടിന്റെ കേസിൽ കുർനോട്ടിന് എപ്പോ വരും, ഏത് സമയത്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴും അസംഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ നമ്മൾ പറയാറുള്ളത് ക്വാണ്ടിറ്റി റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ്. അതുപോലെ തന്നെ കുർനോട്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കുർനോട്ട് ആദ്യം പറയുന്നത് ഡുവോപ്പൊളി മോഡലാണ്, അല്ലെങ്കിൽ ഡുവോപ്പൊളി മോഡലാണ് ആദ്യം ഇദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഡുവോപ്പൊളി മോഡലില് ഇദ്ദേഹം പറയുന്നത് രണ്ടാൾക്കാരാണല്ലോ ഡുവോപ്പൊളിയിലുള്ളത്. അപ്പം ഓരോ ആൾക്കാരും 1/3 ഓഫ് ദ ടോട്ടൽ ഔട്ട്പുട്ട് ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ എന്താ പറയുക, അവിടുത്തെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. എപ്പോഴും 1/3, അതായത് ഇപ്പൊ രണ്ടാൾക്കാരുണ്ടെങ്കിൽ 1/3 1/3 കഴിഞ്ഞ് 2/3 വന്ന് ബാക്കി വരുന്ന 1/3 അപ്പോഴും മാർക്കറ്റിൽ ബാക്കിയായിട്ടിരിക്കും. അപ്പം 2-ൽ നിന്ന് മാറി 3-ലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ എണ്ണം മാറും. അപ്പൊ അവിടെ അതാണ് ആ ഓപ്ഷൻ അടിയിലേക്ക് തന്നിട്ടുള്ളത്. n/n+1 എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് ഇത് വരിക. അത് എപ്പോഴും എന്തുണ്ടാവും, ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പോർഷൻ എപ്പോഴും ബാക്കിയായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് 5 ഫേം ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 5 ഫേം ആണെങ്കിൽ 5/5+1 5/6 എന്ന് പറയുന്ന ഭാഗം അപ്പോഴും എന്തുണ്ടാവും, ഈ ഒരു എല്ലാവരും കൂടി എന്താ ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു അവിടെ മാർക്കറ്റിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ ഈ 5 പേരും കൂടി അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് 5/6 ആയിരിക്കും. അപ്പൊ 1/6 എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് അവിടെ ബാക്കി ഉണ്ടാവും. അടുത്ത നമ്മൾ പറയുന്നത് ബെർട്ടൺ മോഡലാണ്. ഇത് നമ്മൾ പറയുന്ന കുർനോട്ട് മോഡലിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. 1883-ലാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഇതില് ഫേംസ് ഹാവ് ആൻ അൺലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ടു മീറ്റ് ദ ഡിമാൻഡ് റിക്വയർമെന്റ്സ് എന്നാണ് പറയുന്നത്. പ്രൈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് ഈ ഒരു ബെർട്രാൻഡ് മോഡൽ വരുന്നത്. അവിടെ ഉദാഹരണത്തിന് 2 ഫേംസിന്റെ കേസാണ് ഇവിടെയും പറയുന്നത്. So there are 2 firms A and B. So the total output produced will be a perfectly competitive output. അങ്ങനെ വരുന്ന സമയത്ത് QA plus QB എന്ന് പറയുന്നത് ഈക്വൽസ് ടു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഔട്ട്പുട്ട് ആണ്. ഇനി നമ്മൾ പറയാം എഡ്ജ്വർത്ത് മോഡലിന്റെ കേസ് വരുന്ന സമയത്ത്, എഡ്ജ്വർത്തിന്റെ ബോക്സ് ഡയഗ്രാം ഒക്കെ അറിയാം, അത് വെച്ചിട്ടാണ് അതിന്റെ ഒരു മോഡലിൽ തന്നെയാണ് എഡ്ജ്വർത്ത് എന്ത് ചെയ്യുന്നത്, ഈ ബെർട്ടൺ മോഡലിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യുന്നത്. ഈ മോഡലിൽ അൺലിമിറ്റഡ് കപ്പാസിറ്റിനെ ഉപയോഗിക്കാതെ, ദ ഫേംസ് ഡു നോട്ട് ഹാവ് അൺലിമിറ്റഡ് കപ്പാസിറ്റി എന്നുള്ളതാണ് എഡ്ജ്വർത്ത് പറയുന്നത്. അതുപോലെ തന്നെ 2 ഫേം ഉണ്ടെങ്കിൽ ആ 2 ഫേമും ബോത്ത് ഫേം ഷെയർ ദ മാർക്കറ്റ് ഈക്വലി എന്നുള്ളതാണ് എഡ്ജ്വർത്തിന്റെ ഡയഗ്രാം. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് 2 സൈഡിലേക്കും വരുന്ന ഡയഗ്രാം ആണ് എഡ്ജ്വർത്തിന്റെ മോഡലിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് കിങ്ഡ് ഡിമാൻഡ് കർവ് ആണ്. പോളം സീസിയുടെ 1939 ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു. സീസിയുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സീസിയുടെ കാര്യങ്ങളൊക്കെ, അക്കോർഡിംഗ് ടു ദിസ്, ഇഫ് എ ഫേം റൈസസ് ഇറ്റ്സ് പ്രൈസ്, ഒരു ഫേം പ്രൈസ് റൈസ് ചെയ്യുകയാണെങ്കിൽ then the price rise is not matched by other firms. മറ്റുള്ളവര് മാച്ച് ചെയ്തുകൊള്ളുന്നില്ല. If a firm reduces its price then other firms will also reduce. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കണക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഏതെങ്കിലും ഒരു ഫേം പ്രൈസ് കൂട്ടി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ അതിനെ ഫോളോ ചെയ്യണമെന്നില്ല. എന്നാല് ഏതെങ്കിലും ഒരു ഫേം പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഫേമുകളും പ്രൈസ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ജിയോ പോലെയുള്ള കാര്യങ്ങളുടെ എക്സാമ്പിൾ ഒക്കെ നമുക്ക് എന്തായാലും അറിയുന്നതാണ്. ദ കിങ് അറൈസസ് ഇൻ ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഇലാസ്റ്റിസിറ്റീസ്. 2 ഫേം ഉണ്ടെങ്കിൽ ആ 2 ഫേമിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി തമ്മിലുള്ള ഡിഫറൻസസിലൂടെയാണ് ഈ കിങ് വരുന്നത് എന്നുള്ളതാണ് സീസി പറയുന്നത്. അങ്ങനത്തെ ചില ആശയങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അത്തരം ടോപ്പിക്കുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പറയുന്ന ലിമിറ്റ് പ്രൈസിലേക്കാണ് പോകുന്നത്. ലിമിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. 2 പ്രധാനപ്പെട്ട ആൾക്കാരുടെ തിയറിയാണ് വരുന്നത്. ഒന്ന് ബെയിൻസിന്റേതാണ്, രണ്ടാമത്തെ സൈലോസ് ലാബിനിയുടേതാണ്. ബെയിൻസ്, സൈലോസ്, ലാബിനി. അപ്പൊ ഈ ബെയിൻസിന്റെ ലിമിറ്റ് പ്രൈസ് പറയുന്നത് കൺസിഡേഴ്സ് ദ എൻട്രി ഓഫ് ഫേംസ്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫേംസിന്റെ എൻട്രി കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ലിമിറ്റ് പ്രൈസ് ഈസ് ദ പ്രൈസ് സെറ്റ് വിച്ച് ഡസ് നോട്ട് അലോ ഫേംസ് ടു എൻ്റർ ദ മാർക്കറ്റ്. നമുക്കറിയാം ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒളിഗോപ്പൊളി പോലുള്ള കേസുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ മൊണോപ്പൊളി കേസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ഫേമിനെ മാർക്കറ്റിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ലിമിറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടാണ് ബെയിൻസ് വരുന്നത്. അവിടെ E = PL -
PC ഡിവൈഡഡ് ബൈ PC എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഇദ്ദേഹം എന്ത് പറയുന്നത്, ഈ ഒരു ടോപ്പിക് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇ എന്ന് പറയുന്ന കണ്ടീഷൻ ഓഫ് എൻട്രി ആണ്, PL എന്ന് പറയുന്ന ലിമിറ്റ് പ്രൈസ് ആണ്, PC എന്ന് പറയുന്ന കോമ്പറ്റീവ് പ്രൈസ് ആണ്. PL മൈനസ് PC ഡിവൈഡ് ബൈ PL. ഓക്കെ, PC ഡിവൈഡ് ബൈ PL ആണ്. അടുത്ത് സൈലോസ് ലാബിനിയുടെ ലിമിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ദേ ഗീവ് സൈലോസ് പോസ്റ്റ്ലേറ്റ് വിച്ച് അനലൈസ് ദ എക്സ്പെക്ടഡ് ബിഹേവിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഫേംസ് ആൻഡ് പൊട്ടൻഷ്യൽ എൻട്രി. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ, എക്സ്പെക്ടഡ് ബിഹേവിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഫേംസും അതുപോലെ പൊട്ടൻഷ്യൽ എൻട്രി. പൊട്ടൻഷ്യൽ എൻട്രി മാത്രമായിരുന്നു ആര് പരിഗണിച്ചത്? ഇങ്ങനത്തെ പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് തിയറി വരുന്ന സമയത്ത് മറ്റേ തിയറി ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് വ്യത്യാസമാണ്? ഇപ്പം ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത് ഗ്രോത്തില് ഹാരോഡോമറും സോളോയും ഉണ്ട് അല്ലെ. അപ്പൊ ഹാരോഡോമറുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് സോളോക്ക് എന്താണ് ഡിഫറൻസ് ഉള്ളത്? അപ്പൊ ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സൈലോസ് ലാബിനി ബെയിൻസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടഡ് ബിഹേവിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഫേംസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ആര് പരിഗണിക്കുന്നുണ്ട്? സൈലോസ് ലാബിനെ പരിഗണിക്കുന്നുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഫേംസ് വിൽ ഫീൽ ദാറ്റ് ന്യൂ ഫേംസ് വിൽ നോട്ട് എൻറ്റർ ഇഫ് പ്രൈസ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ് ഫോർ ദ ലാറ്റർ. ആവറേജ് കോസ്റ്റിന് താഴെ ആവുന്ന ആവറേജ് കോസ്റ്റ് കുറവാകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളതിനേക്കാൾ താഴെ ആവുന്ന സമയത്ത് അവർ വരില്ല എന്നുള്ളതാണ് പറയുന്നത്. വൈൽ ന്യൂ ഫേംസ് ബിലീവിംഗ് ദാറ്റ് വെൻ ദേ എൻറ്റർ ദ മാർക്കറ്റ് ദ പ്രൈസ് വുഡ് ബിക്കം ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. ഇതാണ് നോർമലി ആയിട്ട് സൈലോസ് ലാബിനിയുടെ ലിമിറ്റ് പ്രൈസിൽ പറയുന്നത്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഫേംസ് വിൽ ഫീൽ ദാറ്റ് ന്യൂ ഫേംസ് വിൽ നോട്ട് എൻറ്റർ. എന്തുകൊണ്ട് എൻറ്റർ ചെയ്യില്ല? ഇഫ് പ്രൈസ് ഈസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റിനേക്കാൾ കുറവാണ് അവരുടെ പ്രൈസ്. അപ്പൊ അവർക്ക് പ്രോഫിറ്റ് ഇല്ലല്ലോ, അവർ ലോസിലാവും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കയറില്ല എന്നുള്ളതാണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേംസ് വിചാരിക്കുന്നത്. എന്നാൽ അതിലേക്ക് കയറുന്ന ആള് അല്ലെങ്കിൽ വൈൽ ന്യൂ ഫേംസ് believe that when they enter the market, മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ the price would become greater than average cost. പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും? ആവറേജ് കോസ്റ്റിന്റെ മുകളിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തിലേക്ക്, അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം ആണ് എന്തിലേക്ക് എത്തിക്കുന്നത്? ലിമിറ്റ് പ്രൈസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് സൈലോസ് ലാബിനിയുടെ വിഷയത്തിൽ പറയുന്നത്. അവർ എക്സ്പെക്ട് ബിഹേവിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഫേംസ് കൂടി പരിഗണിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി എന്ന് പറയുന്ന ഒരു സംഭവം TH1 ആണ്. 1826 ഒന്നാണ്. ലാറ്റർ ഗിവൺ ബൈ റിക്കാർഡോ, ക്ലർക്ക്, മാർഷൽ, കാൾ മെങ്കർ, ബോൺ ബാവക്, വാൽറാസ്, വിക്സിറ്റ് പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയിൽ പറയുന്നത് ഡിമാൻഡ് ഫോർ എ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് MRP കർവിന് അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണെങ്കിൽ MRP എന്ന് പറയുന്ന മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം MRP ഇസ് ഗ്രേറ്റർ ദാൻ വേജ് ആവുന്ന സമയത്ത് കൂടുതലായിട്ട് ലേബറിനെ ഹയർ ചെയ്യുകയും എന്നാൽ MRP ലെസ് ദാൻ വേജ് ആവുന്ന സമയത്ത് ലേബറിനെ കൂടുതലായിട്ട് ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഡിമാൻഡ് ഫോർ എ ഫാക്ടർ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയിൽ ആര് പറയുന്നത്? വോൺ തുനൈൻ പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ MRP ഗ്രേറ്റർ ദാൻ, ഈ റിലേഷൻസ് എപ്പോഴും പഠിച്ചു വെക്കാം. MRP ഈക്വൽസ് ടു W വേജ് ആവുന്ന സമയത്ത് ആണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. എന്നാൽ MRP ഗ്രേറ്റർ ദാൻ വേജ് ആവുന്ന സമയത്ത് കൂടുതൽ ലേബറിനെ ഹയർ ചെയ്യും. എന്നാൽ ലേബറിന് നഷ്ടം ഉണ്ടാവുന്ന സമയം അല്ലെങ്കിൽ ലേബറിന്റെ അളവ് കുറയ്ക്കാൻ വരുന്ന ചാൻസ് MRP മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ W വേജ് റേറ്റ് ആവുന്ന സമയത്ത് ലേബറിനെ ഒഴിവാക്കുന്ന കേസുകൾ ഉണ്ടാവാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡിമാൻഡ് ഫോർ ലേബർ പറഞ്ഞിരുന്നു. അപ്പൊ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ബെൻഡിങ് ആണെന്ന് പറയുന്നു. ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടുള്ള സപ്ലൈ കർവ് അറ്റ് ഹയർ വേജസ് വർക്കേഴ്സ് പ്രിഫർ ഡിസയർ ടു വർക്ക്. അറിയാം അല്ലെ, നമുക്കറിയാം ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടുള്ള ലേബർ സപ്ലൈ കർവാണ് നമ്മൾ പറയാം. എന്തുകൊണ്ടാണ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ബാക്ക്വേർഡ് ബെൻഡിങ്ങിന്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്, ബാക്ക്വേർഡ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ആള് അല്ലെങ്കിൽ ഏതൊരു വർക്കർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ വേജ് കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് കിട്ടുന്ന ഏണിങ്സ് കൂടുന്നതിനനുസരിച്ച് അദ്ദേഹം പ്രിഫർ അദ്ദേഹം കൂടുതലായിട്ടും ലെഷറിന് വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുക. അതുകൊണ്ടാണ് ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള എഫക്റ്റുകളാണ് സപ്ലൈ കർവ് ഓഫ് ലേബറിലും പറയുന്നത്. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഉണ്ട്, ഇൻകം എഫക്റ്റും ഉണ്ട്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്നത് വേജിൽ ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് വർക്കേഴ്സ് ഗെറ്റ് മോർ ഇൻഡ്യൂസ്മെന്റ് അല്ലെ, കൂടുതലായിട്ട് ഇൻഡ്യൂസ്മെന്റ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ലെഷർ ഹവേഴ്സ് ഫോർ വർക്ക് ഹവേഴ്സ്.
അപ്പൊ എന്ത് ചെയ്യും, ലെഷർ ഹവേഴ്സ് മാറ്റിയിട്ട് അവരെന്ത് ചെയ്യും കൂടുതൽ, അതായത് അവർക്ക് ഓൾറെഡി ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, കൂടുതലായിട്ട് അവര് വർക്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് അവർ കൂടുതൽ ലെഷർ ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ഇൻകം എഫക്ട് എന്ന് പറയുന്ന സമയത്ത് വേജ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും, അവർ കൂടുതലായിട്ട് ലെഷർ പ്രിഫർ ചെയ്യും, അങ്ങനെ വർക്കിനെ ഡിസ്കറേജ് ചെയ്യും. ഈ രണ്ട് അടിസ്ഥാനത്തിലാണ് സപ്ലൈ കർവ് ഓഫ് ലേബർ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൊണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ജോൺ റോബിൻസിന്റെ തിയറിയാണ്. ഇതിൽ പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ വിൽ ടേക്ക് പ്ലേസ് ടു ദ എക്സ്റ്റെന്റ് ഓഫ്, അതായത് RE അല്ല FE എന്ന് പറയുന്ന പോയിന്റിലാണ് മൊണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ ഉള്ളത്. അതായത് മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും തമ്മിലുള്ള ആ രണ്ട് ഗ്യാപ്പ് തമ്മിൽ, അതായത് വേജ് റേറ്റിന്റെ മുകളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്താണ് മൊണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. മൊണോപോളിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ, മൊണോപോളി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന കേസുകൾ, അതായത് ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കേസുകളാണ് മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആൻഡ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആൻഡ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏതിന്റെ മുകളിൽ വരുന്ന സമയത്താണ്, വേജസിന്റെ കേട്ടോ, വേജസ് ഇക്വിലിബ്രിയം വേജിന്റെ മുകളിലേക്ക് വരുന്ന സമയത്ത്. അത് ശ്രദ്ധിക്കുക. ആഡിങ് എ പ്രോബ്ലം പോലെയുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവുന്നതാണ് ആഡിങ് എ പ്രോബ്ലം. അടുത്ത് പോകാനുള്ളത് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ്. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗം റിക്കാർഡിയൻ തിയറി, മാർക്സിയൻ തിയറി, അതുപോലെ തന്നെ വരാറുണ്ട് കലേക്കിയുടെ ഒക്കെ തിയറി വരാറുണ്ട്. അപ്പം അത്തരം തിയറീസ് കൂടി ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ പരിഗണിക്കണം. അപ്പൊ റിക്കാർഡിയൻ തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ ആയിരുന്നു. ലാൻഡിന് കിട്ടുന്ന റെന്റിലാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ദ ലാൻഡ് ഗെറ്റ്സ് റെന്റ്, ലേബർ ഗെറ്റ്സ് വേജസ് ആൻഡ് എന്റർപ്രണർ ഗെറ്റ്സ് പ്രോഫിറ്റ്. അക്കോർഡിംഗ് ടു ഹിം ലാൻഡ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ആസ് എ റിസൾട്ട് റെന്റ് ഷുഡ് ബി പെയ്ഡ് ഫസ്റ്റ്. ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് എന്താണെന്നാ പറയുന്നത്, റെന്റ് ആണ് കൊടുക്കേണ്ടത്. കാരണം ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് അദ്ദേഹം കാണുന്നത് ലാൻഡിനെയാണ്. എന്നാൽ ബാക്കിയുള്ള റിമൈൻഡർ ഓഫ് ഇൻകം വുഡ് ബി ഷെയർഡ് ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ ആർക്ക്, ലേബറിനും അതേപോലെ തന്നെ എന്റർപ്രണറിനും എല്ലാം അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മാക്സിയം തിയറി നിങ്ങൾക്ക് അറിയാം, മാക്സിയം തിയറിയിൽ ഏറ്റവും രണ്ട് തരത്തിലുള്ള ക്ലാസുകൾ തമ്മിലുള്ള സ്ട്രഗിൾ ആണ് മാർക്സിയം തിയറി പറയുന്നത്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ്, രണ്ടാമത്തെ വർക്കേഴ്സ്. ക്യാപിറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്, എപ്പോഴും ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് സർപ്ലസ് വാല്യൂ ഉണ്ടാക്കുകയാണ്. അപ്പൊ സർപ്ലസ് വാല്യൂ എന്താണെന്നുള്ളതായിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ എങ്ങനെയാണ് സർപ്ലസ് വാല്യൂന്റെ ഇക്വേഷൻ വരുന്നത്, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്താണ്, വാരിയബിൾ ക്യാപിറ്റൽ എന്താണ്, ഡിഗ്രി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്താണ് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. C+V+S ആണ് നമ്മൾ പറയുന്ന എല്ലാ ഈ കാര്യത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ S/V ആണ്, സർപ്ലസ് വാല്യൂ ഡിവൈഡഡ് ബൈ വേരിയബിൾ ക്യാപിറ്റൽ. ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ, അതായത് വേരിയബിൾ ക്യാപിറ്റലിനെ വെച്ച് നോക്കുന്ന സമയത്ത്, റേഷ്യോ വെച്ച് നോക്കുന്ന സമയത്ത് എത്രയാണ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഉള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പിന്നെ പറയാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട പാർഷ്യലും ജനറലും തമ്മിലുള്ള ഡിഫറൻസ്, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്, എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് മിക്സ്. ഈ മൂന്ന് കാര്യത്തിൽ വരുന്ന എങ്ങനെയാണ് അവിടെ എഫിഷ്യൻസി വരുന്നത്, ആ എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഇക്വിലിബ്രിയം എന്താണ്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് ആ എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ പറ്റുക. എക്സ്ചേഞ്ചിന്റെ കേസിൽ എഫിഷ്യൻസി വരാറുള്ളത് MRS/XY ഓഫ് A is equal to MRS/XY ഓഫ് B വരുമ്പോഴാണ്. എന്നാൽ പ്രൊഡക്ഷന്റെ കേസിൽ എഫിഷ്യൻസി വരാറുള്ളത് LK എന്നാണ്, LX മിസ്റ്റേക്ക് ആണ്, LK for M is equal to MRTS ആണ് രണ്ടും പറയേണ്ടത്. ശ്രദ്ധിക്കുക, അവിടെ തെറ്റിപ്പറ്റി പോയതാണ്. MRTS LK എന്ന് പറയുന്നതും അതേപോലെ തന്നെ MRTS LK ഓഫ് M ഈക്വൽസ് ടു MRTS LK ഓഫ് N. രണ്ട് കാര്യത്തിന്റെ ബേസിലാണ് നമ്മൾ അവിടെ പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനിൽ, ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സമയത്ത് എന്താണ് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് മാർക്കറ്റിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ISLM മോഡലൊക്കെ പറയുന്ന സമയത്ത്, മാക്രോയിലെ ISLM മോഡലൊക്കെ പറയുന്ന സമയത്ത് അവിടെ രണ്ട് മാർക്കറ്റുകൾ അല്ലെ, പ്രൊഡക്റ്റ് മാർക്കറ്റിന്റെയും ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെയും നമ്മൾ എന്ത് ചെയ്യാണ്,
മണി മാർക്കറ്റിന്റെയും രണ്ടിനെയും നമ്മൾ പരിഗണിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടിനെയും ഇന്റർഡിപെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്, ISLM എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ കൺസെപ്റ്റില് ജനറൽ ഇക്വിലിബ്രിയം വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരുമ്പോൾ എന്താണ് പാർഷ്യൽ, എന്താണ് ജനറൽ? പാർഷ്യൽ എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പരിഗണിക്കുക. ഇപ്പം പ്രൊഡക്റ്റ് മാർക്കറ്റിനെ മാത്രം പരിഗണിക്കുന്നു, എന്നാൽ പ്രൊഡക്റ്റ് മാർക്കറ്റിനെയും ലേബർ മാർക്കറ്റിനെയും ഒരുപോലെ പരിഗണിക്കുന്ന സമയത്ത് അവിടെയാണ് ജനറൽ ഇക്വിലിബ്രിയം വരുന്നത്. അപ്പം അവിടെ എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച് വരും. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിലുള്ള എഫിഷ്യൻസി, അതായത് നമ്മുടെ ഡിമാൻഡ് സൈഡിൽ വരുന്ന എഫിഷ്യൻസി. എന്നാൽ സപ്ലൈ സൈഡിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ഭാഗത്ത് വരുന്ന എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. അപ്പൊ എപ്പോഴാണ് എക്സ്ചേഞ്ചിൽ എഫിഷ്യൻസി ഉണ്ടാവുക? MRS(XY) of A ഈക്വൽസ് ടു MRS(XY) of B വരുന്ന സമയത്ത് എക്സ്ചേഞ്ചിൽ എഫിഷ്യൻസി ഉണ്ടാവും. എന്നാൽ MRTS L4K of M ഈക്വൽസ് ടു MRTS L4K of N വരുന്ന സമയത്ത് എന്തുണ്ടാവും? എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, എഫിഷ്യൻസി ഇൻ പ്രൊഡക്റ്റ്, അതായത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഇത് വരുന്ന സമയത്ത് ഇക്വേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യങ്ങാനും, MRT(XY) ഈക്വൽസ് ടു MRS(XY) of A ഈക്വൽസ് ടു MRS(XY) of B എന്ന് വരുമ്പോഴാണ് അത് വരുന്നത്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് ന്യൂ വെൽഫെയർ എക്കണോമിക്സിന്റെ, അതായത് ഇതിന്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ വെൽഫെയർ എക്കണോമിക്സുമായി കണക്ട് ചെയ്ത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയാനുള്ളത്. കാരണം വെൽഫെയർ എക്കണോമിക്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ പറയുന്ന അതിന്റെ ഒരു ബേസിക് ആണ് ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ജനറൽ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ MRTS L4K of M, MRTS L4K of N പോലെയുള്ള കാര്യങ്ങളെല്ലാം അതുമെന്നാണ് കണക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് ന്യൂ വെൽഫെയർ എക്കണോമിക്സ് തന്നെ നമ്മൾ ഇതിന്റെ ഒരു പരേറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്ന കണ്ടീഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ന്യൂ വെൽഫെയർ എക്കണോമിക്സ് എല്ലാം വരുന്നത്. അപ്പൊ പരേറ്റോയുടെ എഫിഷ്യൻസി പാരാമീറ്ററും ഇതുപോലെ തന്നെയാണ് എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്, എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ, എഫിഷ്യൻസി ഇൻ പ്രൊഡക്റ്റ് മിക്സ്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പൊ നമ്മൾ അറിയാം ഈ ഒരു രണ്ടാൾക്കാർ ബെറ്റർ ഓഫ് ആവുന്ന കേസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ടാൾക്കാർ വേഴ്സ് ഓഫ് ആവുന്ന കേസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എവിടെ പറയാറുള്ളത്, പരേറ്റോയിൽ പറയാറുള്ളത്. എന്നാൽ ഒരാള് ബെറ്റർ ഓഫും മറ്റേ ആള് വേഴ്സ് ഓഫ് ആവുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഏതിൽ പറയുന്നില്ല, ഈ വെൽഫെയറിന്റെ ആസ്പെക്റ്റിൽ നിന്ന് പറയുന്നില്ല. അപ്പൊ ആ സംഭവം പറയുന്നത് പിന്നെ വരുന്ന കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഒക്കെയാണ്. ആ കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ തന്നെ രണ്ട് രീതിയിലുള്ള കോമ്പൻസേഷൻ പറയുന്നുണ്ട്. ഒന്ന് കാൽഡോറിന്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയയും രണ്ടാമത് ഹിഗ്സിന്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയയും ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇനി ടോപ്പിക്കിലേക്ക് വല്ലാതെ പോകുന്നില്ല. പോവാത്തതിന് റീസൺ എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ടോപ്പിക്ക് പോകുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ രണ്ട് രീതിയിലുണ്ട്, കാൽഡോറിന്റെ വ്യൂ ഉണ്ട്, ഹിഗ്സിന്റെ വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു വ്യൂസിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് വന്ന സിറ്റോസ്കിയുടെ ക്രൈറ്റീരിയ, കാൽഡോർ ഹിഗ്സിന്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയും റിവേഴ്സൽ ടെസ്റ്റിന്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്ന സിറ്റോസ്കി ക്രൈറ്റീരിയ. അതിനുശേഷം ഹാരോന്റെ ഇമ്പോസിബിലിറ്റി തിയറം അല്ലെങ്കിൽ ഹാരോന്റെ തിയറി ഓഫ് സോഷ്യൽ ചോയ്സ്. അതുപോലെ തന്നെ അതിന് കൂടുതൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം, വല്ലാതെ ഒന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിലും അടുത്ത് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് റോൾസിന്റെ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, ബെർഗ്സൺ പോലെയുള്ള ആൾക്കാരുടെ ഒക്കെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പറയുന്ന അടുത്തൊരു പോയിന്റ്, നമ്മൾ പറയുന്ന സെയിൽസുമായി ബന്ധപ്പെട്ട് ബോമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സെയിൽസ് മാക്സിമൈസ്, എങ്ങനെയാണ് സെയിൽസ് മാക്സിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോഫിറ്റിനാണോ സെയിൽസിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ വന്നിട്ടുള്ള തിയറീസ് ഉള്ളത്. പിന്നെ മാറിസിന്റെ മോഡൽ ഉണ്ട്, അതിൽ എങ്ങനെയാണ് മാറിസിന്റെ മോഡൽ പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത് മാക്സിമൈസേഷൻ ഓഫ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ഒരു കേസിലാണ്. അവിടെയും ശ്രദ്ധിക്കേണ്ടത് മാനേജേഴ്സ് ഒരിക്കലും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്തുണ്ടാവും, മാനേജർമാരുണ്ടാവും, സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ഈ ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും എന്തല്ല അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, പക്ഷെ അവർ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തവരാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം എപ്പോഴും പ്രോഫിറ്റ് ഏൺ ചെയ്യലാണ്. എന്നാൽ മാനേജർ എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ മാനേജർക്ക് എപ്പോഴും എന്താണ് എയിം ഉണ്ടാവുക, അവരെപ്പോഴും അവരുടെ ബെനിഫിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന വിചാരിക്കാം. നമ്മൾ എസ്റ്റിമേറ്ററിക് ഇൻഫർമേഷൻ വരുന്ന സമയത്ത് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സംഭവം അതുമായി കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിനെ നമുക്ക് പഠിക്കാൻ പറ്റൂ കേട്ടോ.
അതുപോലെ തന്നെ വില്യംസിന്റെ മാനേജീരിയൽ തിയറി, എങ്ങനെയാണ് മാനേജീരിയൽ തിയറി വരുന്നത്, എങ്ങനെയാണ് യൂട്ടിലിറ്റി ഓഫ് മാനേജേഴ്സ് വരുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മോണിറ്ററി എക്സ്പെൻസസ്, നമ്പർ ഓഫ് സ്റ്റാഫ് അണ്ടർ മാനേജർ, മാനേജ്മെന്റ് സ്ലാക്ക്, ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ നിങ്ങൾ ആ ടോപ്പിക്കുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണത്. പിന്നെ നമ്മൾ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം അസിമെട്രിക് ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻ അസിമെട്രിക് വെൻ വൺ ഓഫ്, നമുക്കറിയാം 2 പാർട്ടിസിപ്പന്റ് ഉണ്ടെങ്കിൽ ആ 2 പാർട്ടിസിപ്പന്റിൽ ഒരു പാർട്ടിസിപ്പന്റിന് മറ്റേ ആളെക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് പറയാ, അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറയാം. പിന്നെ മാർക്കറ്റ് ഫോർ ലെമൺസ്, അവിടെ യൂസ്ഡ് കാറിന്റെ കേസിൽ അഗർലോഫ് എക്സ്പ്ലെയിൻ ചെയ്ത മാർക്കറ്റ് ഫോർ ലെമൺ എന്ന് പറയുന്ന കേസ് ഉണ്ട്. അതുപോലെ തന്നെ വെൻ പ്രൊഡക്റ്റ് ക്വാളിറ്റീസ്, അതായത് നമുക്കറിയാം ഒരു മാർക്കറ്റിൽ യൂസ്ഡ് കാർ പോലെയുള്ള കാര്യങ്ങൾ, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ സംഭവിക്കുന്ന മെക്കാനിസം എന്താണ് നമുക്കറിയാം. കാരണം അതൊരിക്കലും സെല്ലേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും അവർക്ക് എന്താ ഉണ്ടാവുക, ഒരു ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക. എന്നാൽ ബയേഴ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ലോ ക്വാളിറ്റി പോലെയുള്ള സാധനങ്ങളാണ് യൂസ്ഡ് കാറിൽ, യൂസ്ഡ് ഐറ്റംസിൽ കിട്ടാറുള്ളത് എന്നുള്ളതാണ് മാർക്കറ്റ് ഫോർ ലെമൺസിൽ പറയുന്നത്. മോറൽ ഹസാർഡ് അതേപോലെ തന്നെ അഡ്വേഴ്സ് സെലക്ഷൻ, രണ്ടും റിലേറ്റഡ് കൺസെപ്റ്റ് ആണ്, രണ്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മോറൽ ഹസാർഡിനെയും അഡ്വേഴ്സ് സെലക്ഷനെയും ഒക്കെ നമ്മൾ ഒഴിവാക്കാറുള്ളത്. മാർക്കറ്റ് സിഗ്നലിംഗ് പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് എപ്പോഴും സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർക്ക് എപ്പോഴും മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് ലക്ഷ്യം ഉണ്ടാവുക. എന്നാൽ ഏജന്റ് അല്ലെങ്കിൽ ഏജന്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ആ സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ, ഏജന്റ് എന്ന് പറയുന്ന സമയത്ത് മാനേജറെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തമ്മിലുള്ള അവരുടെ ലക്ഷ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ശരിക്കും ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലത്തിൽ വരുന്നത്. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ അസിമെട്രിക് ഇൻഫർമേഷന്റെ ഒരു കണക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടോട്ടലായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. അതുപോലെ തന്നെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്റെ സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈ ഒരു ഡിസ്കഷൻ ഒരിക്കലും നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിൽ എന്താണോ ചെയ്യുക അതിനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ടോപ്പിക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോ വേണമെങ്കിൽ എന്താ പറയാ, നിങ്ങൾ കേൾക്കുക, എന്താ പറയാ പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും കൺസെപ്റ്റില് ക്ലാരിറ്റിയോട് കൂടി പഠിക്കുക. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. പിന്നെ ആരോ ചോദിച്ചു കണ്ടു ഏത് ബുക്കാണ് പറയാൻ പറ്റുന്നത്. അതായത് മൈക്രോ പോലെയുള്ള സബ്ജക്റ്റിനൊക്കെ ഒരുപാട് ബുക്കുകൾ ഓൾറെഡി ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്തരം ഓക്കെ, അടുത്ത നെറ്റിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഓക്കെ, അതായത് അതിന് ടോപ്പിക് ബുക്ക് പറയാം. നിങ്ങളിപ്പം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, കാരണം ഒരുപാട് ടൈം ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ അതേ സമയത്ത് എൻ്റെ ഒക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം കോമൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു റീസൺ, ഒരുപാട് പഠിച്ചിട്ടല്ല കിട്ടുന്നത്. പഠിക്കുന്ന കാര്യം വൃത്തിയോടുകൂടി അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ച് പല കാര്യങ്ങളുടെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസിനൊക്കെ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് അവരെ ഈ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു ഫോക്കസിൽ മാത്രം പഠിക്കാൻ നിൽക്കുക. അപ്പം പഠിക്കുന്ന സമയത്ത് ഇപ്പം എന്താ പറയുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. ഗൂഗിൾ പോലെയുള്ള സോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സോഴ്സുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റുക, നിങ്ങൾക്ക് എങ്ങനെയാണോ ആ സോഴ്സുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, അതെല്ലാം നിങ്ങൾ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത്, ഇപ്പൊ നമ്മുടെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ എക്കണോമിക്സ് പോലെ ഈ ഒരു ഓരോ ടോപ്പിക്കിനെയും ഓരോ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾ മൈക്രോക്ക് കൗട്ട്ഷാനിസിന്റെ ബുക്ക് കുറച്ചും കൂടി നല്ലപോലെ റെഫറൻസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ്. അതുപോലെ തന്നെ HL വാരിയന്റെ ബുക്ക് ഉണ്ട്.
വേരിയന്റെ ബുക്ക് ഉണ്ട്. വേരിയൻ നല്ല ബുക്കാണ്. അദ്ദേഹം ഏകദേശം നല്ല രീതിയിൽ കൺസെപ്റ്റ് വിത്ത് മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിൽ പറഞ്ഞു തരുന്നതാണ്. പക്ഷെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയയിലൂടെ, പക്ഷെ എന്താ ഞാൻ പറയുന്നത് വെച്ചാല് അത്തരം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം കുറച്ചൊക്കെ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് തന്നെ, ഏകദേശം കുറച്ചെന്നല്ല, ഏകദേശം 50 മെറ്റീരിയൽസ് ദീക്ഷ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് എക്കണോമിക്സിന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആപ്പിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് പോലുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്കുള്ള അവസരങ്ങളും ദീക്ഷയിലുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പേയ്മെന്റ് ആണ് അതിനുള്ളത്. നിങ്ങൾ അങ്ങനെ വരാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറിക്ക് വേണമെങ്കിലും ഈ പറയുന്ന കോൺടാക്ട് നമ്പറിൽ ആരെ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ പക്ക ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.